ഈ പ്രയർ ഗ്രൂപ്പിനെ എന്റെ അപ്പായുടെ പൊന്നുപാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ആദ്യോടന്തം എന്റെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിനാൽ തന്നെ ഈ പ്രയർ ഗ്രൂപ്പ് ദൈവമേ നയിക്കപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പാടുന്നവരെയും കർത്താവെ, സങ്കീർത്തനങ്ങൾ പ്രബോധിപ്പിക്കുന്നവരെയും വചനം ശുശ്രൂഷിക്കുന്നവരെയും മധ്യസ്ഥ അണയ്ക്കുന്നവരെ എല്ലാം കർത്താവെ അവിടുന്ന് അങ്ങ് ബലപ്പെടുത്തണമേ, അവരുടെ നാവോടുകൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ ആത്മനിറവോടെ അവരെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ എൻ്റെ സ്വർഗത്തിൽ അപ്പൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വലിയവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വലിയവനായ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. മാമച്ചിയ പാടുന്നെങ്കിൽ പാടിക്കോ. അതെന്താ എന്നും പെണ്ണമാമച്ചിയല്ലേ? എന്തേലും തടസ്സം ഉണ്ടേ മാത്രം പറഞ്ഞു. അത് ഞാൻ പാടട്ടെ? പാടിക്കോ, പാടിക്കോ. ആരാന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നവര് പാട്. പിന്നെ പെണ്ണമാമച്ചി പാട്. എല്ലാരും മാറി മാറി പാട്. ഇനി ദിവസം എനിക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ദയതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓഹോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓഹോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓഹോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ മകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി പെണ്ണമാമച്ചി പാട്ട് പാടും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ യാത്രക്കാരൻ പാടുവാൻ ജീവിക്കുന്ന എല്ലാ മക്കളെ കൊലപാതകത്തിലേക്ക് അനുകൂലമായി തീരുമാനങ്ങൾ രോഗികൾക്ക് മുതലേ കർത്താവെ
സ്നേഹത്തോടെ ക്രിസ്തു നൽകും കരുണാമേ സൗജന്യമായി ലോകത്തെ വീണവേ സൗജന്യമായി ലോകത്തെ വീണവേ പ്രവാഹമെന്നേ പ്രവാഹമെന്നേ പ്രവാഹമെന്നേലൊഴുകിയിടണമേ പ്രവാഹമെന്നേ പ്രവാഹമെന്നേലൊഴുകിയിടണമേ പാവം മാലേ അധികം ഞാൻ ഏറ്റിടും കണ്ണീർ കൈപ്പേറിയതാ പാവം മാനേ അധികം ഞാൻ ഏറ്റിടും കണ്ണീർ കൈപ്പേറിയതാ വ്യർത്ഥമെൻ കണ്ണീർ രക്തസാഗരം വ്യർത്ഥം എൻ കണ്ണീർ രക്തസാഗരം ആമേൻ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേലൊഴുകിയിടണമേ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേലൊഴുകിയിടണമേ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേലൊഴുകിയിടണമേ പരീക്ഷകളും ഭയവും ഏതും എൻ ജീവിതം ഭേദവും ശൂന്യവുമായി പരീക്ഷകളും ഭയവും ഏതും എൻ ജീവിതം ഭേദവും ശൂന്യവുമായി പ്രത്യാശയെനിക്കുണ്ടോ നല്ലതിനാൽ പ്രത്യാശയുണ്ട് എനിക്ക് നല്ലതിൻ പ്രത്യാശയെനിക്കുണ്ടോ നല്ലതിനാൽ പ്രവാഹമെന്മേൽ 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 ഒഴുകിയിടണമേ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേലൊഴുകിയിടണമേ കടലെ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നേ കടലെ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ അല്ല അവര് ഓഫ് ആക്കിക്കോ ക്യാമറ. അല്ല ആണ് അവര് ക്യാമറ ഓഫ് ആക്കിക്കോ. പ്രവാഹമെന്മേൽ 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 ഒഴുകിയിടണേ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേലൊഴുകിയിടണമേ
ദിവ്യ സ്നേഹക്കടൽ ക്രിസ്തേശു നൽകും കരുണാമേ ദിവ്യ സ്നേഹക്കടൽ ക്രിസ്തേശു നൽകും കരുണാമേ സൗജന്യമായി ലോകത്തെ വേണ്ടവേ സൗജന്യമായി ലോകത്തെ വേണ്ടവേ പ്രവാഹമെന്മേൽ 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 ഒഴുകിടണേ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേൽ പ്രവാഹമെന്മേലൊഴുകിടണമേ നിന്നെ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ നിന്നെയോളോ അത്ഭുതത്താൽ എന്നെ താങ്ങിയ ആമമേ നിന്നെയോളം അത്ഭുതത്താൽ എന്നെ താങ്ങിയ നാമമേ നിന്നെ മെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ നിന്നെ മെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളോ ദൽഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം ദൽഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങളാൽ കലങ്ങി മറിയും ജീവിത ഭാരങ്ങളാൽ എലിയാവിൽ പുതപ്പവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ എലിയാവിൽ പുതപ്പവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളോ അത്ഭുതത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളോ അത്ഭുതത്താൽ എന്നെ താങ്ങിയ നാമമേ നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസൻ പേരിയവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസൻ പേരിയവൻ സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളോ അത്ഭുതത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളോ അത്ഭുതത്താൽ എന്നെ താങ്ങിയ നാമമേ
ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പെണ്ണമാമെ പാടുവാൻ ദൈവം അനുഗ്രഹിച്ച വൻകൃപകൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, വാർദ്ധക്യം നിറയുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമന്നു കൊള്ളാമെന്ന് അരുളി ചെയ്ത കർത്താവേ, വാർദ്ധക്യത്തിലും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ കൊടുക്കുന്ന ആ ഭാഗ്യനിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇനിയും ആരോഗ്യ സൗഖ്യം ദീർഘായുസോടെ കാത്തു പരിപാലിക്കട്ടെ. ദൈവത്തോട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം. ഇനി സങ്കീർത്തനം പ്രബോധിപ്പിക്കാം. ആര്യല്ലേ സങ്കീർത്തനം പ്രബോധിപ്പിക്കുന്നത്? ആര്യ പറയുന്ന വിഷയങ്ങൾ അവര് മ്യൂട്ട് ഓൺ ചെയ്ത് വെക്കണം. മീറ്റിങ്ങിനകത്ത് നമ്മൾ നേരത്തെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരതിന് റെഡി ആയിരിക്കണം, വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ. എപ്പോഴും ഓരോ വിഷയത്തിനും 5 മിനിറ്റ് വേസ്റ്റാ. തുടങ്ങട്ടെ? തുടങ്ങിക്കോ. പോകുന്ന മീറ്റിംഗ്. സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ നാട് വരെ ഞങ്ങളെ നടത്തിയ സ്തോത്രം. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സങ്കീർത്തനം ദാവീദിന്റെ 51-ാം സങ്കീർത്തനമാണ്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൻ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാത്തവണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലരായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തില് വീണ്ടും ഒരു സങ്കീർത്തനവുമായി ദൈവസ്ഥാനിൽ അടുത്തു വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനം വായിച്ച് ആര്യ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടുകയും സങ്കീർത്തനം പ്രബോധിപ്പിക്കാനും അതുപോലെ ആരാധന ലീഡ് ചെയ്യുവാനും എല്ലാം പ്രിയ മകളെ ദൈവാഭിഷേകം ചെയ്യട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 51-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനം നമ്മളെന്നും വായിക്കുകയും ഒത്തിരി ദൈവദാസന്മാരിൽ കൂടെ ഈ വചനത്തിന്റെ വെളിപ്പാടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് രാജാവായി കഴിഞ്ഞ് ഇവിടെ കാട്ടിൽ കിടന്ന ദാവീദിനെ രാജസ്ഥാനത്ത് കൊണ്ടിരുത്തി രാജാവായി കഴിഞ്ഞതിന് ശേഷം ദാവീദ് ഒരു തെറ്റ്, ആർക്കും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ 32-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും അടുപ്പിച്ചെഴുതി. രണ്ടും അനുതാപ സങ്കീർത്തനം. 32-ാം സങ്കീർത്തനം ആദ്യം ദാവീദ് എഴുതുന്ന
എന്നാൽ അതിനേക്കാൾ ആഴത്തിലാണ് ഈ 51 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്ന 2 ശമൂവേൽ 11 അധ്യായത്തില് വളരെ സവിസ്തരം അത് എഴുതിയിട്ടുണ്ട്. അത് അതിന്റെ അനുതാപം വരാനുള്ള സാഹചര്യം 12 അധ്യായത്തിലും. ഞാൻ ഈ 11 അധ്യായത്തിലാണെങ്കിൽ ഒരുപാട് തെറ്റ് സങ്കീർത്തന ആ അധ്യായം സാവകാശം നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. കാരണം അതിനകത്ത് ഒരുപാട് തെറ്റാണ് ദാവീദ് ചെയ്തത്. സന്ധ്യയുടെ യാമത്തില് ദാവീദ് കട്ടിലേലിരുന്ന ദാവീദ് എഴുന്നേറ്റ് പോയി ഉലാവിക്കൊണ്ടിരിക്കുന്നു. അത് ഒന്നാമത്തെ തെറ്റ്. സന്ധ്യയുടെ യാമത്തിൽ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ സമയമാണ്. ആ സമയത്ത് നമ്മൾ മറ്റെന്തിനു പോകാൻ പാടില്ല. കാരണം തിരുസന്ധ്യ സമയത്ത് ഇറങ്ങിപ്പോകരുതെന്ന് പലരും പറയും. അതുപോലെ തന്നെ സന്ധ്യ എല്ലായിടത്തും പറയുന്ന എന്തുവാ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്ക് ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരുന്നെന്ന്. അതുപോലെയാണ് ദാവീദിന്റെ ജീവിതത്തിലെ ആ ഒരു സന്ധ്യയുടെ യാമത്തില് അവൻ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടിലിൽ നിന്ന് പോയി കെട്ടിടത്തിന്റെ മുകളിൽ പോയി അങ്ങനെ ഉലാവിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാപം ചെയ്യാനുള്ള കൺമോഹമാകുന്ന ടെൻഡൻസി അവന്റെ ജീവിതത്തിൽ വരുന്നത്. നമുക്കറിയാം. അത് കഴിഞ്ഞ് തെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ പാവം പിടിച്ച മനുഷ്യനെ വീട്ടിൽ വരുത്തി എന്തെല്ലാം ഒരു തെറ്റ് ചെയ്തതിന്റെ പിന്നാലെ ചറപറാന്ന് ദാവീദ് ഒരുപാട് തെറ്റ് ചെയ്ത് അവസാനം സ്വന്തം അത്രയും രാജസ്നേഹവും രാജാവിനോടുള്ള സ്നേഹവും ആ പടയ്ക്ക് പോയിരിക്കുന്ന പോരാളികളോടുള്ള സ്നേഹവും ആഴമായ ആത്മാർത്ഥതയുള്ള ഒരു പ്രിയ ദൈവത്തിന്റെ ഭക്തനെയാണ് സ്വന്തം കൈപ്പടയാൽ എഴുതി അവന്റെ കയ്യിൽ തന്നെ അവന്റെ കത്ത് കൊടുത്തു വിടുന്നതും. പക്ഷെ ആ ദൈവ മനുഷ്യന് ആ രാജാവിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്താതെ ആ കത്തൊന്ന് പൊട്ടിച്ചു നോക്കിയായിരുന്നു അവൻ ഓടി രക്ഷപ്പെട്ടേനെ. എന്നാൽ അതുപോലും ചെയ്യാതെ സ്വന്തം മരണം ലെറ്റർ കൊണ്ടുവന്ന് യോവാബിന്റെ കൊടുക്കുകയും യുദ്ധത്തിന്റെ മുൻനിരയിൽ നിർത്തിയൊക്കെ ആ പ്രിയ പിതാവിനെ കൊല്ലുകയൊക്കെ ചെയ്ത് ഒരു കുടുംബസ്ഥനായ മനുഷ്യനെ, കുടുംബമുള്ളതും രാജ്യസ്നേഹമുള്ളതും രാജാവിനോട് ഭയഭക്തി ബഹുമാനമുള്ള മനുഷ്യനെയാണ് അത്രമാത്രം ഒരുപാട് കാര്യങ്ങൾ തെറ്റ് ചെയ്തെന്നാൽ ദാവീദ് എന്നിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകനെ ദൈവം അയച്ച് ആ ദാവീദിന്റെ തെറ്റിനെ കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. അപ്പം ആ ഏറ്റുപറഞ്ഞതാണ് ദാവീദിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വിജയം. അവിടെ നാഥാൻ പ്രവാചകൻ പറയുന്നുണ്ട്, നീ മരിക്കയില്ല, നീ യഹോവ നിന്റെ പാപം ക്ഷമിച്ചു, പക്ഷെ നിന്റെ പാപം ചെയ്ത് നീ അനുതപിച്ചു, എല്ലാം ദൈവം അതിന് ക്ഷമയൊക്കെ തന്നെങ്കിലും നിനക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഞാൻ എടുക്കും. അതാണ് യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞു. അവിടെ ദാവീദ് തകർന്നു പോയിക്കൊണ്ടാ പറഞ്ഞിരുന്ന, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കോണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണേ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നത്, നമ്മൾ അടുത്ത് വരുമ്പോൾ ദൈവസന്നിധിയിലെ നമ്മുടെ പാപം ഏറ്റു പറയണം. കാരണം കർത്താവേ നിന്റെ ദയ ജീവനേക്കാൾ വിലയേറിയതാ, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. അപ്പം ദൈവത്തിന്റെ ദയ അത് നമ്മൾ ആശ്രയിക്കണം. നമ്മൾ ഒന്നാമത് നമ്മുടെ പാപം ഏറ്റുപറയണം. അർഹതയില്ലാത്ത നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ ദാനമാകുന്ന കൃപ അർഹതയാക്കി തീർത്ത് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമ്മൾ എവിടൊക്കെയോ പുറംപറമ്പിൽ എറിയപ്പെട്ട കൽപാത്രങ്ങളായിരുന്നു നമ്മളെല്ലാവരെയും വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടി ദൈവത്തിന്റെ പ്രിയ മക്കളും അവകാശികളുമാക്കി തീർത്തപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും ദാവീദിനെ പോലെ നമ്മുടെ വാക്കുകൊണ്ട് വന്നുപോയ തെറ്റുകളെ, നമ്മുടെ പ്രവൃത്തിയിലെ ചിന്തയിലെ കൊടുക്കൽ വാങ്ങില്ലേ, പാപം നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ഓരോ നിമിഷവും ഏതെല്ലാം തരത്തിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിലേക്ക് സന്ധ്യയുടെ യാമത്തിൽ അടുത്തു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധി നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയണം. കർത്താവേ നീ എന്നോട് കരുണ തോന്നണമേ, എന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. സാർശ്യവാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ലെന്ന 32-ാം സങ്കീർത്തനം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലംഘനമുണ്ടോ, പാപമുണ്ടോ, നമ്മുടെ ആത്മാവിൽ നമുക്ക് കപടമുണ്ടോ എന്നുള്ളത് നമ്മൾ അഗ്നിജാതയ്ക്കുള്ള കണ്ണുള്ളവന്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രി നമ്മളായിരിക്കുന്നത്. നമ്മെ തന്നെ ദൈവസന്നിധി നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ പാപം ഏറ്റുപറയുമ്പോൾ ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയം ഞുറുക്കം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
നമുക്ക് ഹൃദയം ഞുറുങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഓരോ ദിവസവും ഓരോ കുടുംബത്തിൽ നമ്മൾ പാർക്കുമ്പോൾ സിംഗിളായി ഇപ്പൊ ആര്യയോട് ചോദിച്ചാൽ ആര്യയുടേതായ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഹൃദയം തകർന്നിരിക്കുക. എന്നാല് ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ആ ഹൃദയം ഞുറുക്കം നമുക്ക് ദൈവം കാണുന്നുണ്ട്. ആ ഹൃദയം ഞുറുങ്ങുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വിടുതൽ കാണത്തുള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. ആ ശരീരത്തെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയൊക്കെ തകർക്കപ്പെട്ടു. എപ്പോഴും ആ കർത്തമേശയിലൊക്കെ പറയുമ്പം ഈ അപ്പത്തെ ഞുറുക്കുന്നത് പോലെ കർത്താവിന്റെ ശരീരം ഞുറുക്കപ്പെട്ടു. അപ്പൊ ആ ഞുറുക്കിയ അവസ്ഥ ഇന്ന് രാത്രി ദൈവസന്നിധി നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഞുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും എല്ലാറ്റിനും യഹോവ വിടുവിക്കും. പക്ഷെ അതിനു മുൻപ് നമ്മുടെ പാപം ഏറ്റു പറഞ്ഞിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മുടിയൻ പുത്രൻ ഒരു മടങ്ങി വരവുണ്ട്. അപ്പോൾ അവന് സുബോധം വന്ന് നമ്മുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ബുദ്ധി മറഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ നമുക്കൊരു സുബോധത്തിന്റെ ആത്മാവിനെ വരും. സുബോധം വരുമ്പോൾ നമ്മൾ അവിടുന്ന് എഴുന്നേൽക്കണം. പിന്നെ നമ്മൾ അവിടെ ഇരുന്നു പോയെങ്കിൽ വീണ്ടും നമ്മൾ ആ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് സുബോധം, ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മോട് പറയാതെ തെറ്റാണെന്ന് നമുക്ക് ബോധ്യം വരുത്തുന്നുവെങ്കിൽ ദൈവവചനത്തിൽ കൂടെ, ദൈവദാസന്മാരിൽ കൂടെ, ദൈവിക ആലോചനകളിൽ കൂടെ ഒക്കെയും നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ പറയുമ്പോൾ അത് എന്നോടാണെന്ന് ബോധ്യം വരുമ്പോൾ നമ്മൾ ആ സുബോധം പ്രാപിച്ചിട്ട് അവിടുന്ന് നമ്മൾ എഴുന്നേറ്റിട്ട് ദൈവസന്നിധിയോട് ചെന്ന് ദാവീദ് നെടുമ്പാട് കടന്ന് കരഞ്ഞു. ദാവീദ് പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ മാത്രമേ വിടുതലും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കാണുവാൻ സാധിക്കുള്ളൂ. നിത്യത വരെയും കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവസ്നേഹമാണ് നമ്മുടെ കർത്താവ്. പാപത്തെ വെറുക്കുന്ന കർത്താവ്, പാപിയെ സ്നേഹിക്കുന്ന ദൈവമാ. അപ്പൊ നമ്മുടെ പാപം ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രാഗൽഭ്യത്തോടെ നമ്മുടെ വിഷയങ്ങൾ പറയുവാനും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടൊക്കെ പറയുമ്പോൾ ഒരു ദൈവികമായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരും. ഇന്ന് രാത്രി ഹനനയാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല, ഹോമയാഗത്തിലും ദൈവം പ്രസാദിക്കുന്ന എന്നാ ദൈവത്തിന്റെ പ്രസാദിക്കുന്ന ഏതാ? തകർന്നു ഞുറുങ്ങിയിരിക്കുന്ന ഹൃദയമാണ്. ആ തകർന്ന ഹൃദയത്തെ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ പാപം ഏറ്റു പറഞ്ഞ്, കർത്താവേ ഇന്ന് രാത്രി എന്നോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് തന്നെ നമ്മൾക്ക് പാപം ഏറ്റു പറഞ്ഞിട്ട് നമുക്കൊരു പാപക്ഷമയുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. ഈ 51 സങ്കീർത്തനം ഒത്തിരി ആത്മീക അർത്ഥങ്ങളും ഉണ്ട്. ആ 2 ശമൂവേലിന്റെ പുസ്തകം 2 അധ്യായം വായിച്ചു നോക്കുമ്പോഴൊക്കെ ഒരുപാട് ആത്മീക മർമ്മങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ഈ 51 സങ്കീർത്തനം വായിച്ചതുപോലെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതാണ് ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. കൊണ്ട് കർത്താവേ, നിന്റെ ദയയ്ക്ക് അക്കൗണ്ടനോട് കൃപയുണ്ടാകണമേ. എന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകണം. കാരണം എന്നിട്ടും ദൈവം പറയുന്നുണ്ടെന്തുവാ? സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പകരണമെന്ന്. അപ്പൊ ആ സ്ഥിരം വല്ലപ്പോഴും ഒക്കെ വന്നു പോകുന്ന ആത്മാവല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ വന്ന് രക്ഷയുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളെക്കാളുള്ള ആ നിത്യതയുടെ സന്തോഷം, ആ രക്ഷയുടെ സന്തോഷം, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് ഒരു തിരിച്ചറിവാണ്. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടെത്തി ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നന്നായി സങ്കീർത്തനം പ്രബോധിപ്പിച്ച് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി തന്ന സിസ്റ്റർ അനുഗ്രഹിക്കട്ടെ ദൈവം. ഇനി മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സാറാമ്മ സിസ്റ്റർ പ്രാർത്ഥിക്കുക. കർമ്മൽ ഗ്രൂപ്പിനെ എല്ലാം വഹിച്ചുകൊണ്ട്, എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളെയും കേരളത്തെയും ഇന്ത്യയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പല വിഷയങ്ങളുണ്ട്, പ്രത്യേകം പറയാതെ തന്നെ ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയാം. വിവാഹം കഴിക്കാതെ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന മക്കളുണ്ട്, ഉപജീവന മാർഗത്തിന് തൊഴിലില്ലാതെ ഭാരപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ അനവധി വിഷയങ്ങൾ, വിദ്യാഭ്യാസത്തിന് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ കഴിയാത്തവരുണ്ട്, വഴിതെറ്റി ജീവിക്കുന്ന തലമുറകളുണ്ട്, രോഗസൗഖ്യമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പുറം വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുക. നമ്മളമ്മ പ്രാർത്ഥിക്കുക.
സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല കർത്താവേ, ഈ രാത്രികാലം കർത്താവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലെടുത്ത് വരുന്ന കർത്താവേ, പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ മറവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കാത്തുപരിപാലിച്ച് നന്ദി പറയുന്നു കർത്താവേ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവേ അപ്പന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം 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 കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സൂം മീറ്റിങ്ങിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം കർത്താവേ പലരുമാറാക്കിയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളുടെ സൂം മീറ്റിങ്ങിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വേദിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവേ തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ആത്മിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ജീവിത പങ്കാളിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. കർത്താവേ മാതാവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ആയിരിക്കുന്ന ഭവനത്തെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിനെയും പിതാവിനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗഖ്യത്തോടെ ക്ഷേമത്തോടെ അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുവിനെയും ട്രിറ്റിയെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചെറിയാനെയും സേറയും കർത്താവെ തൃക്കരത്തിൽ സമർപ്പിക്കുന്നു. ജോക്കുട്ടനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകി മാനിക്കുമാറാകണമേ. സജോയെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. അവരോടുള്ള വാഗ്ദത്തങ്ങളെല്ലാം കർത്താവെ ഈ ദിവസങ്ങളിൽ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. മീറ്റിംഗിൽ ഇടിച്ചിരുന്ന സുശീലാമ്മയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ കർത്താവേ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ മറുപടി കണ്ട് സന്തോഷിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസ്മിയെയും മകനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. മൂനിഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അരുണിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഗ്രൂപ്പിൽ കയറി കർത്താവെ ആരാധിക്കുവാൻ പാട്ടുപാടുവാനും ഒക്കെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവന്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം മറുപടി കൊടുത്ത് മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഗ്രൂപ്പിൽ കയറി വരുന്നത് കർത്താവെ അനുഗ്രഹമാണെന്ന് കർത്താവെ. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഗ്രൂപ്പിൽ കയറുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ആനിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പുവിനെയും അലനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആലീസിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി കൊടുക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ആരിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. സംഗീതത്തിനും വായിക്കുവാൻ പാടുവാനും ഒക്കെ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ ശുശ്രൂഷയിൽ വളരുവാൻ ദൈവം മകളെ സഹായിക്കുമാറാകണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബീനായെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന ഓരോ വിഷയത്തിന്റെ മേലും എന്റെ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കണമേ. കൂട്ടദാസനെ കർത്തന്നെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ബിന്ദുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എല്ലാ വാഗ്ദത്തങ്ങളെയും കർത്താവ് നിവർത്തിച്ചു കൊടുക്കുമാറാകണമേ കർത്താവെ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകി മാനിക്കുമാറാകണമേ. ജെഫിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷയിൽ മുന്നേറുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകി മാനിക്കുമാറാകണമേ കർത്താവെ. ജെസിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരും ദിവസങ്ങളിൽ
വാഗ്ദത്തങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ അനുകൂലമായ കരം ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. മാത്യു ചാക്കോയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സഹോദരനോട് കർത്താവ് മനസ്സലിയുമാറാകണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഗ്രൂപ്പിൽ കയറിയത് എനിക്ക് അനുഗ്രഹകരമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാൻസി സജിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്തങ്ങൾ എല്ലാ ദിവസങ്ങളിൽ പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓമനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ദിവസങ്ങൾ കർത്താവേ പ്രാർത്ഥനയുടെ മറുപടി കണ്ട് സന്തോഷിക്കുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശൈലജയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന് മേലും ദൈവത്തിന്റെ കരാനുകൂലമായി ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. സാറാമ്മച്ചാണ്ടിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കുമാറാകണമേ കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഷേർലിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സിന്ധുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുത്ത് മാനിക്കുമാറാകണമേ കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സുബി കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനോടുള്ള വാഗ്ദത്തങ്ങളെ എല്ലാ ദിവസങ്ങളും പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സിസ്റ്ററിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകണമേ. കൂടദാസനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപയിൽ സൗഖ്യം കൊടുത്തും മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വത്സമയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കർത്താവേ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ കർത്താവേ ആയിരിക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവമേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്തന്റെ കരങ്ങളിലേക്ക് കർത്താവേ ഞങ്ങളുടെ സമശിഷ്ടങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വർഗീയ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ട് വചനം ശുശ്രൂഷിച്ച് കടന്നുപോയ എല്ലാ അഭിഷിക്തന്മാരെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തലമുറകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ബിപ്പാസ്റ്ററെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകാതെ കർത്താവേ എത്രയും ഗ്രൂപ്പിൽ കടന്നു വരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുത്ത് മാനിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു ദൈവമേ. എല്ലാ വിഷയങ്ങളും എല്ലാ കുടുംബങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ ആമീൻ. പ്രാർത്ഥിച്ച മകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും വിഷയങ്ങളുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ, തക്കതായ തുണകളെ ലഭിക്കാതെ, കർത്താവെ സാമ്പത്തികമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അനേക രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവമേ ഈ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രകൃതിക്ഷോഭത്താൽ അനേക ജനങ്ങൾ കഷ്ടത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നു. ഭവനം നഷ്ടപ്പെട്ടവരുണ്ട്. പലവിധ നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും കൂടി കടന്നു പോകുന്ന സുവിശേഷ വിരോധികളായി അനേകർ പീഡകൾ സഹിക്കുന്ന ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ശൈലജ സിസ്റ്റർ പ്രാർത്ഥിക്കാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ പറയുന്നു. ആരുമില്ലേ? വത്സമ്മ ഓമന ആരെങ്കിലും പ്രാർത്ഥിക്കുന്നോ? ശൈലജ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നില്ലേ? ശൈലജ സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. എല്ലാരും പ്രാർത്ഥിച്ചല്ലേ പഠിക്കുന്നത്. ഒരു വാക്കെങ്കിലും ഒരു വാക്ക് അത് ദൈവത്തിന് സ്തോത്രം സ്വീകാര്യമാണ്. സ്തോത്രം സ്തോത്രം. രക്തം രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം.
സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധന് നിത്യമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രഭാതം മുതൽ ഈ നിമിഷം വരെയും എല്ലാ കുടുംബങ്ങളെയും ആയിരുന്ന സാഹചര്യങ്ങളെല്ലാം പരിപാലിച്ച അപ്പന്റെ കരുതലിനായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതി വരിയില്ല. നിന്നതല്ല അപ്പച്ച, നീ ഞങ്ങളെ നിർത്തിയതപ്പാ, നേടിയതൊന്നുമില്ല കർത്താവെ. സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെ അപ്പന്റെ പാദപിടത്തി താഴ്ത്തി ഏൽപ്പിക്കുക കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ സകല കുറവ് ക്ഷമിക്കണമേ കർത്താവെ. അപ്പച്ചാ, ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചോപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ, രക്താംബരം പോലെ ആയാലും പഞ്ഞി പോലെ ആക്കുന്ന കർത്താവെ, ഞങ്ങളെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവെ. ഇന്ന് രാത്രി കാലത്തെ മീറ്റിങ്ങിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ തലമുറകളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. വക്രതയും കോട്ടയുമുള്ള തലമുറകളുടെ മധ്യത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ആവശ്യമായ ദൈവകൃപ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ എല്ലാ പിഞ്ചു വൈദങ്ങളെ രക്തം കൊണ്ടും വചനം കൊണ്ടും മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ദുഷ്ടൻ കാണല്ലേ, ശത്രു തൊടല്ലേ കർത്താവെ. അങ്ങയുടെ വചനത്തിൽ വളരുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. വൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞ ആത്മാവി ബലപ്പെട്ടെന്ന് പറയുവാൻ സഹായിക്കണം. ഞങ്ങളുടെ ഏതാനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന, ഏതനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ. കുഞ്ഞുങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമാണ് കർത്താവെ. അപ്പച്ചാ, സർജറി ചെയ്യുവാനും കർത്താവെ ആരംഭിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അതിനു മുൻപായി ദൈവത്തിന്റെ കര കുഞ്ഞിന്റെ മേൽ വെളിപ്പെടണം. ഫിക്സ് രോഗത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അവൻ ഹീലാകട്ടെ കർത്താവെ. അപ്പ അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടല്ലോ കർത്താവെ. അപ്പ 6 വയസ്സായിട്ട് സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞിന്റെ അവസ്ഥ അങ്ങ് അറിയുന്നല്ലോ അപ്പച്ച. എന്റെ കർത്താവെ, കഴിഞ്ഞ 2 ദിവസം സ്കൂളിലൊക്കെ പോയി സമാധാനത്തോടെ കുഞ്ഞിരിപ്പാൻ തക്കവണ്ണം സ്വർഗ പൈതലിന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രപ്പ. അവൻ അടിമുടി മാറണം. ഓരോ ദിവസവും അവന്റെ ജീവിതത്തിലെ ചേഞ്ച് കണ്ട് കർത്താവെ, ഇവനും പ്രവാചകണത്തിൽ എണ്ണപ്പെട്ടോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ ആ കുഞ്ഞിന്റെ മേൽ അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തരുന്ന ദൈവമാകയാലും സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു വിഷയത്തിലും കണക്കിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ യൗവനക്കാരെ, ഞങ്ങളുടെ ബാല്യക്കാരെ എല്ലാം ഏൽപ്പിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ലല്ലോ അപ്പച്ച. എന്റെ കർത്താവെ, അങ്ങ് നടക്കേണ്ടുന്ന പാതയെ കുഞ്ഞുങ്ങളെ നടത്തി കർത്താവെ. എന്റെ വചനോടെ കാല് ദീപമായി പാതയ്ക്ക് പ്രകാശമാക്കി തീർക്കണമേ. സ്കൂളുകൾ കോളേജുകളൊക്കെ തുറന്നിരിക്കുന്ന സാഹചര്യങ്ങളാ കർത്താവെ. വഴി വെച്ചുള്ള ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കണമേ കർത്താവെ. മഞ്ഞും മഴയും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ് സ്വർഗത്തിലെ ദൈവമേ. അത് അഭിതയമായാൽ അപ്പച്ചാ, ഭവനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ബുദ്ധിമുട്ടാണല്ലോ കർത്താവ്. അനേക പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ കൊറോണയുടെ ബുദ്ധിമുട്ടുകളാൽ, പനിയുടെ ബുദ്ധിമുട്ടുകളാൽ, ശാരീരിക ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ സാമ്പാസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ അഭിഷക്തൻ പനിയുടെ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നു. ഞായറാഴ്ചയുടെ രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ വചനവുമായി നിൽക്കേണ്ട അഭിഷക്തന കർത്താവെ. ഇന്ന് രാത്രി അതിവേഗത്തിൽ ഓടുന്ന വചനത്തിന്റെ ശക്തി പ്രിയ കുടുംബത്തിന്റെ മേൽ അയക്കണമേ. തലമുറകൾക്കെല്ലാം വിടുതൽ കൊടുക്കണമേ. ആശസിസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പനിയുടെ അസ്വസ്ഥതകളാൽ പലരെ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം പ്രിയ മകളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനം കർത്താവെ, ആ വചനത്തിന്റെ ശക്തി ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് ഉച്ച മുതലുള്ള കാല് വരെ അയച്ച് പൂർണ്ണ സൗഖ്യം ആരോഗ്യം കൽപ്പിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ബിപ്പാസിനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രിയ അഭിഷേക്തൻ ലിവറിന്റെ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവെ. ചികിത്സയ്ക്കൊക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവെ. ഞങ്ങൾക്ക് പലതും അസാധ്യമാപ്പാ. ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. പ്രിയ മകന്റെ മേൽ ഒരു സൗഖ്യം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവെ. ഏത് അവയവത്തിന് കേടുപാടുകളാണോ കർത്താവെ, അങ്ങേക്ക് നന്നായിട്ട് അറിയാലോ. ആദ്യങ്ങൾ തന്നെ അവസാനവും ചെയ്യുന്ന കർത്താവെ, ഒരു സാക്ഷ്യമായി തീരുവാൻ താവെ അങ്ങയുടെ വചനത്തിന് മുൻപിൽ നിൽക്കുന്ന അഭിഷക്തനാ കർത്താവെ. ആ കുടുംബത്തെ മാനിക്കണമേ കർത്താവ്. അനേകരുടെ കരങ്ങൾ ആ ദൈവ അഭിഷക്തന് നേരെ നീട്ടുവാൻ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണമേ കർത്താവെ. അപ്പച്ച,
ഈ രാത്രി കർത്താവേ, ഞങ്ങളുടെ വിവാഹപ്രായമായ സകല കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ, എല്ലാ കുഞ്ഞുങ്ങളോടും പറഞ്ഞ വാക്തത്വം കർത്താവാണല്ലോ അപ്പച്ച. അതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക അപ്പാ. വൈകിയാലും നേരം നിശ്ചയം ഇനിയും താമസിക്കല്ലേ അപ്പച്ച. ഒത്തിരി വാക്തത്വങ്ങൾ കേട്ടവരാ കർത്താവേ. അപ്പാ, അതെല്ലാം അക്കമിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം കർത്താവേ സഹായിക്കണമേ കർത്താവ്. വേഗത്തിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം തലമുറകളെ കൊടുത്തു മാനിക്കണമേ കർത്താവേ. ഇനിയും വൈകല്ലേ കർത്താവേ. അപ്പച്ച, അവർ വഴി തളർന്നു പോകുമല്ലോ അപ്പ. ഒത്തിരി ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. ആരെന്നെ സഹായിക്കുമെന്നറിയാതെ, അപ്പച്ചാരോടും പറയാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിൽ കൂടി ഇടപെട്ട് ഒരമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വസിപ്പിച്ച് കർത്താവ് ഇനി സമാധാനത്തോടെ പോകാ എന്ന് കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ കർത്താവ് ഇനി അസ്വസ്ഥതകൾ ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ആ മോനിഷയുടെ മാതാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ച, കാട്ടിന്റെ ഫംഗ്ഷനൊക്കെ കർത്താവേ അങ്ങ് നിയന്ത്രിച്ചു കൊള്ളുമാറാകണമേ. ജീവന്റെ മേൽ അധികാരമുള്ള കർത്താവേ. അപ്പാ, അടിയന്റെ മാതാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഐസിയുവിന്റെ ഉള്ളറയിൽ ഇന്ന് രാത്രി അങ്ങയുടെ കാര്യം വെളിപ്പെടണം കർത്താവേ. ഇത്രത്തോളം അത്ഭുതകരമായി നിന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത സൗഖ്യത്തിനായി കോടാനുകോടി സ്തോത്രം കർത്താവേ. കർമ്മേലും മുട്ടുമടക്കുന്നു വിഷയങ്ങളിൽ ഒന്നിനും മറുപടി ലഭിച്ചില്ലെന്ന് പറയല്ലേ കർത്താവേ. മനം തകർന്നവരെ വിടുവിക്കണമേ, മുറിവുകളെ കെട്ടണമേ. ഹൃദയം ഞുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സേർന്നവരെ രക്ഷിക്കുന്ന കർത്താവേ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമായാലും എല്ലാറ്റിന്ന് വിടുവിക്കുന്ന കർത്താവേ. രാത്രി ഞങ്ങളുടെ എല്ലാ ലോകമെമ്പാട് സുശേഷ വേലയിൽ നിൽക്കുന്ന അഭിഷിക്ത കുടുംബങ്ങളെ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവവചനത്തിന്റെ മുൻപിൽ സത്യസന്ധമായി ശുശ്രൂഷിപ്പാൻ കൊടുത്ത വെളിപ്പാട് കാഴ്ചപ്പാട് നഷ്ടപ്പെടാതെ കർത്താവേ, ഏലിയുടെ ദർശനം മങ്ങിപ്പോയപ്പോൾ ഒരു ശമൂവേലിനെ അവിടെ എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവേ, അപ്പ ഈ കാലഘട്ടത്തില് അപ്പ ആരുടെയും ദർശനം മങ്ങിപ്പോകല്ലേ, വചനം ദുർലഭമായി തീരല്ലേ കർത്താവേ. അപ്പ അനേകരെ വിടുവിക്കണമെങ്കിൽ അഭിഷക്തന്മാർ എഴുന്നേറ്റെങ്കിലേ പറ്റുള്ളല്ലോ. ആർക്കും വിടുവിപ്പാൻ കഴിയാത്തതിനെയൊക്കെയും വിടുവിപ്പാൻ അങ്ങയുടെ വചനത്തിന്റെ ശക്തിയുണ്ട്, അങ്ങയുടെ വാക്കിന് ശക്തിയുണ്ട് കർത്താവേ. അപ്പ രാത്രി മുഴുവനും അധ്വാനിച്ച കർത്താവേ, പത്രോസിന്റെ പടകിൽ എന്റെ സ്വർഗത്തിൽ അപ്പം ചെന്നപ്പോൾ പടക് നിറച്ച് കർത്താവേ അത് മറ്റുള്ളവർക്കും കൊടുക്കത്തക്ക നിലവാരത്തിൽ ആക്കിയതുപോലെ സ്വർഗത്തിലെ ദൈവമേ അപ്പാ, എല്ലാ പ്രിയപ്പെട്ടവരെ നീർന്ന വിഷയങ്ങളെ ഏൽപ്പിക്കുന്നു. ശൂന്യമായ പടകുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവമേ ഇടപെടണമേ. അപ്പൊ ആ ശാരീരികവും ഭൗതികവും ആത്മീകവും മണ്ഡലങ്ങളിലെല്ലാം ദൈവത്തിന്റെ വിശാലത വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരെ, കീർത്തനം വായിക്കുന്നവരെ കർത്താവേ, ഇന്ന് രാത്രി മധുരവുമായി നിൽക്കുന്ന പ്രിയ അഭിഷക്തനെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കും. ജോലി മണ്ഡലങ്ങളിലൊക്കെ ഒത്തിരി സ്ട്രഗിളിംഗ് ഉണ്ടായിട്ട് കർത്താവേ, ആത്മഭാരത്തോടെ കർത്താവേ, സമയം അങ്ങേക്ക് വേണ്ടി വേർതിരിച്ച് ദൈവസ്ഥാനത്ത് ഇരിക്കുമ്പോൾ കർത്താവേ ആ കുടുംബത്തെ അങ്ങ് ആദരിക്കണേ. ഹോശാഫാത്തിന്റെ മുഖത്തെ ആദരിച്ച ദൈവം സ്വർഗമേ. അപ്പൊ ഇരട്ടി നന്മകളാല് കർത്താവ് കൊടുത്തും അതേ രാജ്യത്തെ മാനിക്കണം. രാജ്യത്ത് അനേക ശുശ്രൂഷകൾക്ക് വേണ്ടി അനേക വേദികളെ ഒരുക്കി കൊടുക്കണമേ. സ്വന്തമായി ചർച്ചും സഭ കർത്താവ് അനേക യുവതി യുവാക്കന്മാർ എഴുന്നേൽക്കുവാൻ കർത്താവ് എന്റെ പ്രിയമകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലവും കർത്താവ് ആരുടെയെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവ് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ, കടഭാരത്താൻ ഞെരുക്കുന്നവരെ ഞങ്ങളുടെ കേരളത്തെ ഏൽപ്പിക്കുന്ന കർത്താവെ. കൊറോണയാൽ ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന് ഒരു കർത്താവേ കൊറോണയോ ഒരു മഞ്ഞപ്പിത്തമോ ഒരു പ്രകൃതി ദുരന്തങ്ങളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം അതിർത്തിയെ നിശ്ചയിക്കണമേ കർത്താവ്. സുശേഷ വേലയ്ക്കായി പോയിരിക്കുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ കഷ്ടത്തിൽ കൂടെ സുശേഷ വേലയിൽ എല്ലാ അഭിഷക്തന്മാരെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാർമേലി കഴിഞ്ഞ 2.5 വർഷമായി വചനം സംസാരിച്ച സകല അഭിഷക്തന്മാരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ, തലമുറകളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർമ്മേൽ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. അനേക വാക്തത്വങ്ങൾ കർമ്മേലിൽ കിടപ്പുണ്ട് കർത്താവേ. അതെല്ലാം കർത്താവ് വാക്തത്വ പൂർത്തീകരണമാകുമ്പോൾ അതെല്ലാം വെളിപ്പെട്ട് വരുവാൻ സ്വർഗം സഹായിക്കുന്ന അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. ഡീഡ് ചെയ്ത മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതൽ കൂടുതൽ ശക്തമാങ്ങയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ സഹായിക്കണം. കയറിയേറില്ല കുടുംബങ്ങളെയും അവരുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടൊപ്പം എൻ്റെ കരങ്ങളിലേക്കും എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാ എന്നുള്ള വചനം
വചനത്തിൽ കർത്താവ് എല്ലാവരും ശക്തരായി തീരട്ടെ. അങ്ങയുടെ വചനത്തിൽ ഉറക്കട്ടെ കർത്താവ്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്തോത്രത്തോടൊരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെ അങ്ങയുടെ മണ്ണിൽ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുക. കൃപയോട് കേട്ട് ഉത്തരമരുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നീ വചന ശുശ്രൂഷയ്ക്ക് കൊടുക്കാം അല്ലേ? പാസ്റ്റർ കയറിയിട്ടുണ്ടല്ലോ. അപ്പൊ പാസ്റ്റർ കയറട്ടെ. പാസ്റ്റർക്ക് സമയം കൂടുതൽ വേണ്ടല്ലേ, വെറുതെ വേസ്റ്റ് ആക്കണ്ട. പാസ്റ്റർ പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട ദേവദാസനെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വചന ശുശ്രൂഷയ്ക്കായി. ദൈവമേ, നാവോടുകൂടി ഇരുന്ന് കർത്താവെ എല്ലാ മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേട്ട് തൃപ്തരായി മടങ്ങുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ. ആ നാവോടുകൂടെ വചനത്തോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനുഷിക ശബ്ദമല്ല കർത്താവെ, എൻ്റെ പ്രിയൻ്റെ ശബ്ദം കേൾക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളിലും വാസ്തവമായി ദൈവശക്തി വ്യാപരിക്കണമേ കർത്താവെ. ദൈവം വാസ്തവമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എബി പാസ്റ്ററെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്നും നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ, വചനമായി നിൽക്കുവാൻ കർത്താവ് ബലപ്പെടുത്തിയോട് സ്തുതിക്കുന്നു. കർമ്മേലിന്റെ പ്രാർത്ഥന, നിങ്ങളെ പ്രാർത്ഥന നിങ്ങൾ തന്നെ അറിയണം എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് അറിയണം കേട്ടോ, എത്രമാത്രം ഫലവത്താണെന്ന് അറിയണം. പറയാൻ കാര്യം, ഞാൻ എന്നൊക്കെ ഇതിനകത്ത് കയറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അന്നെല്ലാം സ്തോത്രം കർത്താവ് ജോലി സ്ഥലത്ത് തിരക്കുകളെ മാറ്റാറുണ്ട്. സ്തോത്രം. ഇന്നും അധികമായിട്ട് ഒന്നും ഉണ്ടായില്ല. സ്തോത്രം. എങ്കിലും ആ സമയം ഒന്ന് തികയ്ക്കണമല്ലോ എന്നുള്ള 10 മണിക്ക് ആണ് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് മാത്രം ഞാൻ അല്പസമയം നിന്നു. നേരത്തെ ഇറങ്ങിയാല് അതിന്റെ പുലിവാല് വേറെയാ. അങ്ങനെ ഉണ്ട്. താമസിച്ചിറങ്ങിയ പുലിവാലൊന്നും ഇറങ്ങി കുഴപ്പമില്ല. നേരത്തെ ഇറങ്ങിയാല് വേറെ പുലിവാലുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 10 മണി വരെ, 9:55 വരെ അവിടെ നിന്നു. ബദ്ധപ്പാടുകളൊന്നും ഇല്ലാതെ കർത്താവ് സൂക്ഷിച്ചു. സ്തോത്രം. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നല്ലോ. വീണ്ടും പ്രാർത്ഥിക്കുക, തമ്മിൽ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗ്രൂപ്പിലുള്ള എല്ലാരെയും വഹിച്ച് നിങ്ങളുടെ എന്താ ഈ പേഴ്സണൽ പ്രയർ ഉണ്ടല്ലോ, സ്തോത്രം, കുടുംബ പ്രാർത്ഥന കൂടാതെ നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ഇതിലുള്ള എല്ലാരെയും വഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ആമേ. അപ്പൊ നിങ്ങൾ പറയും എല്ലാവരുടെയും പേരൊക്കെ എങ്ങനാ? സമയമുണ്ടല്ലോ. സ്തോത്രം. ഒരു ബുക്ക് എടുക്കുക. സ്തോത്രം. ഇപ്പോഴാ ബുക്കൊന്ന് കേൾക്കുന്നേ. പേന എടുക്കുക. ആമേ. സ്തോത്രം. നാളെ ഞാൻ ഇല്ല, മീൻസ് നാളെ ഞാൻ കയറുന്നുണ്ട്, പക്ഷെ നാളെ ഞാൻ ശുശ്രൂഷയ്ക്കില്ലല്ലോ. എങ്കിലും നാളെ കയറുന്നതിന് മുമ്പ് ഒരു ബുക്കും പേനയും എല്ലാവരും കയ്യിരിക്കണം. ഒരു ബുക്കും പേനയും കയ്യിരിക്കണം. സ്തോത്രം. എന്നിട്ട് ഇതിന്റെ അകത്ത് പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരെഴുതി എടുക്കണം. പേരെഴുതി എടുത്തിട്ട് അവരുടെ വിഷയങ്ങൾ കേൾക്കണം. എന്നിട്ട് ആ പേരിന്റെ നേരെ അവരുടെ വിഷയങ്ങൾ എഴുതിയിട്ടിട്ട് നമ്മളുടെ വ്യക്തിപരമായി നമ്മൾ അതാ ഇന്നത്തെ വിഷയം. നമ്മൾ വ്യക്തിപരമായി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും വഹിച്ച് ഒത്തിരി നീട്ടിയൊന്നും പ്രാർത്ഥിക്കേണ്ട കേട്ടോ. സ്തോത്രം. ജെസി ആന്റിക്കായി കുടുംബത്തിനായി സ്തോത്രം, 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 സ്തോത്രം. സുജ സജിക്കായി കുടുംബത്തിനായി സ്തോത്രം, സ്തോത്രം. ഇത്രയും ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ വെളിപ്പാട് കാണാനും വെട്ടാനും കൊട്ടാനും ഒന്നും പോകണ്ട. സ്തോത്രം ചെയ്യാൻ മാത്രം മതി. അങ്ങനെ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ലെവൽ അങ്ങ് മാറും. എല്ലാവരും സ്തോത്രം ചെയ്യണം. ചിലർ പറയുന്നത് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്നാ. ചുമ്മാതാ. സ്തോത്രം. ഇഷ്ടംപോലെ സമയമുണ്ട്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഈ യൂട്യൂബ് കാണാൻ സമയമുണ്ടല്ലോ. സ്തോത്രം. സ്തോത്രം. ആദ്യം മെസ്സേജ് കേൾക്കും, പിന്നെ മെസ്സേജിനെ ട്രോളെന്ന് കേൾക്കും. സ്തോത്രം. എല്ലാവർക്കും ഇപ്പൊ പാട്ടുകളെക്കാൾ ഇഷ്ടം അല്ലെങ്കിൽ മെസ്സേജുകളെക്കാൾ ഇഷ്ടം മെസ്സേജുകളെ ട്രോളെന്നെയാ. ചിരിക്കുന്നു എല്ലാവർക്കും.
ട്രോള് കണ്ടവരൊക്കെ കാണും ഇതിന്റെ അകത്ത്. സ്തോത്രം. എല്ലാവർക്കും ഇഷ്ടം മെസ്സേജ് അല്ല ഇഷ്ടം, മെസ്സേജിനെ ട്രോളിനെ ഇഷ്ടം. സ്തോത്രം. ഈ ട്രോളും എല്ലാം നിർത്തിയിട്ട് പ്രൈസ് ലോർഡ് സ്തോത്രം, നല്ല മെസ്സേജുകളുണ്ട്, അത് കേൾക്കുക. അതൊക്കെ ഇപ്പൊ ഞാൻ പറയാൻ പോവുക. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോ രാത്രിയാണല്ലോ, ഇന്ന് കിടക്കുന്നതിന് മുമ്പ് പ്രൈസ് ലോർഡ് എല്ലാവരുടെയും ഇന്ന് 25 പേരെ ഞാൻ കണ്ടുള്ളൂ. സ്തോത്രം. അത്രയും പേരുടെ പേര് എഴുതി വെച്ച് അവരുടെ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, സ്തോത്രം ചെയ്യണം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും കേട്ടോ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയില് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വിഷയം നമ്മള് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ വന്നു. ആരുടെ വീട്ടിൽ വന്നു? മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ യേശു ചെന്നു. നമ്മൾ യേശുവിനോട് കൂടെ ചെന്നു. അനേക കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് പഠിച്ചു. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. they received ജീസസ്. അവർ യേശുവിനെ സ്വീകരിച്ചു. അത് ഈ വിഷയം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് യേശു കർത്താവിനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, സ്വീകരിച്ചാലുള്ളതായ നന്മകൾ എന്താണ്, ആമേൻ സ്തോത്ര, ആത്മീയവും ഭൗതികമാവുന്ന വിടുതൽ എന്താണെന്നൊക്കെ അടുത്ത ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ എനിക്കത് പഠിക്കണം. കർത്താവിന് ആലോചന കിട്ടണം. സ്തോത്രം. അല്ലെ അതിനെക്കുറിച്ച് വെളിപ്പാട് കിട്ടണം. അതെടുക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പൊ ഈ മാർത്തയുടെ മറിയുടെ ഭവനത്തിൽ എന്ത് ചെയ്തു? they received ജീസസ്. ആമേൻ. ഇങ്ങനെ പറയുന്നത്, മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ഇത് എടുത്തതാണെങ്കിലും ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ നാമത്തെ നിങ്ങളുടെ വീട്ടിൽ കൈക്കൊണ്ടിട്ടുണ്ടോ? വാസ്തവമായി കൈക്കൊണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, യേശുവിനെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീടിനെ നോക്കിയാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി യേശുവിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ, ആ വ്യക്തിയെ കണ്ടാൽ അറിയാം. ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കുകയും ബലപ്പെടുകയും ചെയ്യാം. അപ്പൊ ഒന്നെന്താ സംഭവിച്ചത്? മാർത്ത അവനെ കൈക്കൊണ്ടു. പ്രൈസ് ലോർഡ്. സ്തോത്രം. അവിടെ നോക്കിക്കേ, ആ വീട്ടിലേക്ക് അല്ല യേശു വന്നത്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, പിന്നെ അവർ യാത്ര പോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനു മുൻപ് അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിടുതൽ ചെയ്തതായിട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. പക്ഷേ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, യേശുക്രിസ്തുവിന്റെ മഹത്വം അറിഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിൽ കൂടിയുള്ളതായ ഉപദേശങ്ങൾ കേട്ടപ്പോൾ യേശുവിനെ കൈക്കൊണ്ടു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മകനാകുക, ദൈവത്തിന്റെ മകളാകുക എന്നുള്ളത് ഒരു അധികാരമാകട്ടോ. സ്തോത്രം. കഴിഞ്ഞ രാത്രികളിലൊക്കെ ആ വിഷയം എന്റെ മനസ്സിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. സ്തോത്രം. ആണെങ്കിൽ ഒന്നും കൂടി കേൾക്കുക. ആമേൻ. സ്തോത്രം. ഒരു വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാരമാണ് കേട്ടോ. ആമേൻ. പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ കാണും. അത് വരുന്ന ദിവസങ്ങൾ ഞാൻ തീർത്തു തരാം. പക്ഷെ ആധികാരികമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ആമേൻ സ്തോത്രം, ഒരുവൻ യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ അവൻ അധികാരത്തോടാ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവന്റെ മേലെ ഒരു അതോറിറ്റി ഉണ്ട്. സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ളത് അധികാരമുണ്ട്. സ്തോത്രം. ആ അധികാരത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അപ്പൊ അവർ യേശുവിനെ കൈക്കൊണ്ടു. ആമേൻ. സ്തോത്രം. ഒന്നാം സ്ഥാനം യേശുവിനായിരുന്നു. അതൊക്കെ നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തുവിന്റെ വചനം കേട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവരുടെ പ്രശ്നത്തെ അവർ യേശുവിന്റെ അടുക്കൽ എത്തിച്ചു. മാർത്തയ്ക്കായിരുന്നല്ലോ പരാതി ഉണ്ടായിരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. അങ്ങനെ പറയുവാനുള്ളതായ വാക്യം അവിടെ തന്നെ ഉണ്ട്. ആമേൻ. അവിടെ പറയുന്നത്, മാർത്തയോ
വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. സ്തോത്രം. രണ്ട് രീതിയിലുള്ള അധ്വാനമുണ്ട് കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൈക്കൊണ്ടത് മാർത്തയാണെങ്കിലും സ്തോത്രം, അവൾ വളരെ അങ്ങ് അധ്വാനിച്ചു കേട്ടെ. വളരെ മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ചിന്തിക്കുന്നത് അവൾ ആരെങ്കിലും സഹായത്തിന് വിളിച്ചാൽ വരും, നിശ്ചയമാ, യാതൊരു സംശയമില്ല. എന്നെ ഇപ്പം മാത്യു അങ്കിള് പാസ്റ്റർ, ഞാൻ മാത്യു അങ്കിള് വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വരിക. സ്തോത്രം. അവിടെ ദൈവാസന്മാരൊക്കെ വന്നിരിക്കുന്നു. മാത്യു അങ്കിൾ എന്നോടൊന്ന് പറയാ, പാസ്റ്ററെ ഇതൊന്ന് ചെയ്യാനോ സഹായിക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കും. അപ്പൊ ചോദിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാന് അങ്ങ് ചിന്തിക്കുക, സോ ഇവളെല്ലാം അങ്ങ് എന്തോ പറയുന്നേ, ഒറ്റയാൾ പട്ടാളം പോലെ അങ്ങ് കയറി കാണും. തലയൊക്കെ കുലുക്കിക്കോ. ചിലരങ്ങനാ. സ്തോത്രം. ഒറ്റയ്ക്ക് എല്ലാം കൂടി അങ്ങ് എടുത്ത് തലയെ വെക്കും. എല്ലാം കൂടി എടുത്ത് തലയെ വെക്കും. സ്തോത്രം. ആരെ ഇടപിടിക്കത്തില്ല. എല്ലാം കൂടി എടുത്ത് തലയെ കയറ്റി വെച്ചിട്ട് അവസാനം കുഴങ്ങും. സ്തോത്രം. വീട്ടിലുള്ള എല്ലാവരും കൂടി സഹകരിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ചർച്ചിലെ വിഷയങ്ങൾ എല്ലാവരും കൂടി സഹകരിക്കട്ടെ. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് കുഴങ്ങി പോകുന്നത്. അവിടെ പറയുന്ന കണ്ടോ, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു. അപ്പം അവൾ കുഴഞ്ഞു പോയി. സ്തോത്രം. ഇന്ന് ചെറിയ കർത്താവ് എനിക്ക് നൽകിയ പരിജ്ഞാനം അനുസരിച്ച് കൗൺസിലിംഗ് കൂടി ചെയ്യുകയാണ്. വീട്ടിലെ കാര്യങ്ങൾക്ക് എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തണം. കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തണം. സ്തോത്രം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരു നന്മ ഏതാ അറിയാമോ? റൈറ്റ് ടൈമിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റും. തക്ക സമയത്ത് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പോയി ഇരിക്കാൻ പറ്റും, പ്രാർത്ഥനയ്ക്കായി ഇരിക്കാൻ പറ്റും. 2, കുഞ്ഞുങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ പഠിക്കും. സ്തോത്രം. പണ്ട് കാലത്തൊക്കെ അങ്ങനെ അല്ലായിരുന്നോ? സ്തോത്രം. പ്രായമുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുഞ്ഞുങ്ങളെയും കൂടി വിളിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കാൻ. ഇപ്പൊ കുഞ്ഞുങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയത്തില്ലയോ ഞാൻ പഠിക്കുവാണെന്ന്. സ്തോത്രം. ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ ചോദിച്ചെന്നൊക്കെ ഇരിക്കും. എങ്കിലും ബുദ്ധിയോടെ വിവേകത്തോടൊക്കെ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാം പഠിപ്പിക്കണം കേട്ടോ. സ്തോത്രം. ഇന്ന് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. കിച്ചണിലെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങൾ പഠിക്കും, യൂട്യൂബും കാണും, അവർ പല കാര്യത്തെ തത്രപ്പെടും. വിവാഹം കഴിക്കാൻ സമയമാകുമ്പോഴാണ് പിന്നെ യൂട്യൂബിൽ കയറി എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പഠിക്കുന്നത്. കല്യാണത്തിന് തലേന്ന് യൂട്യൂബിൽ കയറി അവിയൽ വെക്കുന്നത് എങ്ങനാ, രസം വെക്കുന്നത് എങ്ങനാ. സ്തോത്ര. അവസാനം രസം അവിയലാവും, അവിയൽ സാമ്പാറും ആവും. ഇതെല്ലാം പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. ഞാനിത് പറയും. സ്തോത്രം. ആൺകുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം, പെൺകുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. സ്തോത്രം. സൂത്രത്തിലെ വിളിക്കാവൂ. വളരെ സൂത്രത്തില്, വളരെ തന്മയത്വമായി വിളിച്ച് പഠിപ്പിക്കണം. എല്ലാം പഠിപ്പിക്കണം. കിച്ചണിലെ കാര്യം പഠിപ്പിക്കണം, ബെഡ് വിരിക്കാൻ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. ചില കുഞ്ഞുങ്ങളെയൊക്കെ ചർച്ചിലൊക്കെ വരുമ്പം ഞാൻ എല്ലാരെയും കൂടി പ്രാർത്ഥിപ്പിക്കാറുണ്ട്. മോനെ സുബി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവിടെ കിടന്ന് വിമ്മിട്ടപ്പെടുക. സ്തോത്ര. കാര്യം വീട്ടിൽ പഠിപ്പിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ സ്തോത്രം, കെട്ടിക്കാൻ പ്രായമാകുമ്പോഴല്ല ഇതെല്ലാം കൂടി പഠിപ്പിക്കേണ്ടത്. സ്തോത്രം. ആരും എന്നോട് ദേഷ്യപ്പെടേണ്ട കേട്ടോ. സ്തോത്രം. ദേഷ്യപ്പെട്ടാലും എനിക്ക് ഒരു പ്രശ്നമില്ല. കുറെ കെട്ടുകൾ അങ്ങ് പോട്ടട്ടോ. സ്തോത്രം. അറിയേണ്ട സമയത്ത്, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. സ്തോത്രം. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം. സ്തോത്രം. എന്റെ കുഞ്ഞ പ്രായത്തില്, സ്തോത്രം, ഞങ്ങളുടെ വീട്ടിൽ ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നു. പശുവിന്റെ രാവിലെ പത്രോസ് കറക്കാൻ വരും. സ്തോത്രം. യേശുവിന്റെ ശിഷ്യനല്ല കേട്ടോ, ഞങ്ങളുടെ അടുത്തൊരു കറവക്കാരനുണ്ട്. പത്രോസ് രാവിലെ പശുവിനെ കറക്കാൻ വരും. സ്തോത്രം. അതിനു മുൻപ് പശുവിനെ കുളിപ്പിക്കണം, തൊഴുത്ത് വൃത്തിയാക്കണം. അതൊന്നും പുള്ളിക്കാരൻ ചെയ്യത്തില്ല. ചാണകം വാരിക്കളയണം. ഇതെല്ലാം ചെയ്യേണ്ടിരുന്നത് ഞാനാ. സ്തോത്രം. പശുവിനെ കാടി കലക്കിക്കൊണ്ടിരുന്നത് ഞാനാ. എന്റെ അമ്മ എന്നെ രസം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, എന്റെ അമ്മ എന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. എല്ലാം സ്തോത്രം, എല്ലാം എനിക്കറിയാം. സ്തോത്രം. അമ്മ എന്നെ സൂത്രത്തിലെല്ലാം പഠിപ്പിച്ചു കേട്ടോ. സ്തോത്രം. പ്രൈസ് ലോർഡ്. എല്ലാം പഠിക്കണം. ചിലർ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചെന്ന് ഇവിടെ വന്നിട്ട് അമ്മേ
എങ്ങനെ അമ്മ മീൻകറി ഉണ്ടാക്കുന്നത് ചെറുക്കൻ ചോദിക്കുക, വീട്ടിൽ വെച്ച് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. ഇതെല്ലാം ഞാൻ ആമേ സ്തോത്രം സീരിയസ് ആയിട്ടും അറിയേണ്ടതായിട്ട് ആയതുകൊണ്ട് പറയുക. സ്തോത്രം. സഭയിൽ എങ്ങനെ പോകണം, സഭയിൽ എങ്ങനെ ഇരിക്കണം, ദൈവദാസന്മാരോട് എങ്ങനെ ആയിരിക്കണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ, നമ്മൾ ദൈവസഭയില് ദശാംശം കൊടുക്കുന്ന കാര്യം അറിയട്ടെ. ആമേസ കുഞ്ഞുങ്ങളെ കൊച്ചു പ്രായം മുതലേ പഠിപ്പിക്കണം. എങ്ങനെ സ്തോത്രാശ കൊടുക്കണം, എത്രമാത്രം കൊടുക്കണമെന്ന്. ഇതൊക്കെ ഞാൻ പറയാൻ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുക, എന്തിനാ സ്തോത്രാശ കൊടുക്കുന്നത്, എന്തിനാ ദശാംശം കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. ആത്മീയവും ഭൗതികമാവുന്ന എല്ലാ കാര്യങ്ങളും ഭവനത്തിൽ നമ്മൾ ഷെയർ ചെയ്യണം. ആമേസ് ഇത്രയും പറഞ്ഞത്, ഇത്രയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആമേൻ അനാവശ്യമായ കുഴച്ചിലുകൾ മാറും. എല്ലാവരും പറഞ്ഞു എന്താ മാറും? കുഴച്ചിലുകൾ മാറും. സ്തോത്രം. ആമേ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ചേർന്ന് ആമേ സ്തോത്രം ആത്മീകമായും ഭൗതികമായിട്ടും യേശു കർത്താവിനെ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുഴച്ചിലുണ്ടാകത്തില്ല. ഇവിടെ മാർത്ത എന്ത് ചെയ്തു? വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് ഈ അടുക്കൽ വന്നു. സ്തോത്രം. നമുക്കവിടെ കാണാം, അവളുടെ വിഷയത്തെ, അവളുടെ ഭവനത്തിലെ കുഴച്ചിലിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ചെയ്യുന്നത് വീട്ടിലെ കുഴച്ചിലുള്ള വിഷയത്തെ യേശുവിന്റെ അടുക്കൽ, നിങ്ങൾ തനിയെ വഹിച്ച വിഷയങ്ങളെ ആമേ സ്തോത്ര ഗ്രൂപ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്തനായവൻ വലിയവ ചെയ്യുന്നു. സ്തോത്രം. വലിയവ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. ആമേ കർത്താവ് അവളോട്, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു, മനം കലങ്ങിയും ഇരിക്കുന്നു. സ്തോത്രം. അപ്പം ഇവളെ ജോലി മാത്രമല്ല ചെയ്യുന്നത്, ശുശ്രൂഷ മാത്രമല്ല ചെയ്യുന്നത്, എന്താ പറയുന്നത്? നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കരിച്ചാൽ. അങ്ങനെയാണ് കേട്ടോ. സ്തോത്രം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോ തന്നെ മനസ്സ് വേറെ പലയിടത്തും പോകും. സ്തോത്രം. ഗുട്ടൻസ് മനസ്സിലായോ? മാർത്ത കുഴഞ്ഞ കാര്യം മനസ്സിലായോ? ചിലരിങ്ങനെ പറയാറുണ്ട്, എന്തോ പറയുന്നേ, ശരീരമിങ്ങും മനസ്സ് അങ്ങനല്ലയോ? സ്തോത്രം. അങ്ങനല്ലയോ അലസങ്ങളെ? സ്തോത്രം. അമ്മ ശരീരം കൊണ്ട് ഇവിടെ ആണെങ്കിലും മനസ്സുകൊണ്ട് സ്തോത്രം. അതുകൊണ്ട് എങ്ങനെ ശരിയാകത്തില്ല. സ്തോത്രം. ചിലര് ആരാധനയ്ക്ക് ചർച്ച വരുമെങ്കിലും മനസ്സ് മുഴുവനും കോഴിക്കൂട്ടില്ല. സ്തോത്രം. കോഴിക്കൂട് അടച്ചായിരുന്നോ? കോഴിയെ പിടിച്ചിട്ടായിരുന്നോ? സ്തോത്രം. ആമേ സ്തോത്രം. ആമേ ഇങ്ങനെ കാര്യങ്ങളാ. കർത്താവിന്റെ കയ്യിലെല്ലാം കൊടുത്തിട്ട് സ്തോത്രം വേണം പ്രാർത്ഥിക്കാനിരിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാന് കോന്നിയില് ശുശ്രൂഷയ്ക്കിരിക്കുന്ന സമയത്ത് ആ ടൈമില് എനിക്ക് ഒത്തിരി മറവിയുണ്ടായിരുന്നു കേട്ടോ. സ്തോത്രം. ഞാൻ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ കടന്നുപോയി. പോകുന്ന വഴിക്ക് ഒരു സംശയം. വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞ സംശയം, വീട് പൂട്ടിയോ എന്ന്. സ്തോത്രം. മീൻസ് വീടിന്റെ പിൻഭാഗം വാതില് അടച്ചോ ഇല്ലയോ എന്നൊരു സംശയം. സ്തോത്രം. ആമേൻ. സ്തോത്രം. അപ്പൊ പറയാ 10 കിലോമീറ്റർ അല്ലേ ആയുള്ളൂ, നമുക്ക് തിരിച്ചങ്ങ് പോകാം, എന്നാലും തിരിച്ചു വന്ന് പോയാലും സമയത്ത് അങ്ങ് എത്തൂലോ എന്നുള്ള ചിന്ത. സ്തോത്രം. എന്നാലും രാവിലെ ചെല്ലണം, മുറ്റം തൂക്കണം, ചർച്ചിന്റെ മുറ്റം തൂക്കണം, അകത്തെല്ലാം എല്ലാം സെറ്റപ്പ് ആക്കണം എന്നുള്ള ചിന്ത. രണ്ടാളും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുഴങ്ങുക. സ്തോത്രം. അങ്ങ് അവിടെ വെച്ചങ്ങ് വിശ്വസിച്ചു. സ്തോത്രം. അടച്ചാലും അടച്ചില്ലെങ്കിലും മനുഷ്യനല്ലേ, ചിലപ്പോ അടയ്ക്കാൻ മറന്നുപോകും. വീടിനെ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് തന്നെ പോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മുന്നോട്ട് തന്നെ പോയി. സ്തോത്രം. അവിടെ ചെന്ന് ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് സ്തോത്രം എല്ലാ കയറി ഇറങ്ങേണ്ട വീടുകളെല്ലാം കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് തിരികെ അടൂര് വന്നപ്പം ശരിയാ, പുറകിലത്തെ ഡോറ് അടയ്ക്കാതാ വന്നിരിക്കുന്നത്. സ്തോത്രം. പക്ഷെ അതിനോട് ചേർന്നുള്ള ഡോറ് അടച്ചിട്ടാ വന്നിരിക്കുന്നത്. ഈ റൂമിൽ അങ്ങനെ പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല, വിലപിടിപ്പുള്ളതൊന്നും ഇല്ല. സ്തോത്രം. കണ്ടോ? സ്തോത്ര. പ്രൈസ് ഗോഡ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയാലും ദൈവം അപ്പുറത്തൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ സാധാരണ ആ സെക്കൻഡ് ഡോർ ഞങ്ങൾ അടയ്ക്കാറില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞത് സ്വസ്ഥമായിട്ട്. പ്രൈസ് ഗോഡ്. അല്ലല്ലോ, സ്വസ്ഥമായിട്ട് ഇതുപോലെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവർക്കെല്ലാം പ്രാർത്ഥിച്ചു, ഇടിവ് നിൽക്കേണ്ടവർക്കെല്ലാം ഇടിവ് നിന്നിട്ടാണ് തിരികെ അടൂരെത്തിയത്. ഇന്ന് രാത്രിയും പറയട്ടെ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, പഠിക്കാനിരിക്കുമ്പോൾ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോഴെല്ലാം മനം കലങ്ങുന്ന വിഷയങ്ങൾ കടന്നു വരാം. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. സ്തോത്രം. ഇതുവരെ വന്നിട്ടുണ്ടാകാം.
പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ, പഠിക്കാനിരുന്നപ്പോൾ, ആര്യ അവിടെ ഉണ്ടല്ലോ, സ്തോത്രം, പഠിക്കാനിരിക്കുമ്പോൾ, ഭാവിക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴൊക്കെ മനം കലക്കുന്ന ചിന്തകൾ കടന്ന് വരാം. സ്തോത്രം. മുൻകാലങ്ങളിൽ ആരെങ്കിലും ചെയ്തതോ, മുൻകാലങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതോ ആയ വിഷയങ്ങൾ കൊണ്ട് മനം കലങ്ങിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു നിന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ മനസ്സിനെ കലക്കി കളഞ്ഞ, ഹല്ലേലൂയ, എന്തിനെ ചൊല്ലി വിചാരപ്പെട്ടോ, ഏത് വിഷയത്തിലും മനം കലങ്ങിയോ, ഇനി ആ കലക്കം ഇല്ലെന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു. സ്തോത്രം. ഇപ്പോൾ ചെയ്യുന്നത് ശക്തമായി ചെയ്യുക. ഇപ്പോഴുള്ള പ്രാർത്ഥനാ ലൈഫ് വളരെ പവർഫുൾ ആയിട്ട് ചെയ്യുക. വചനം പഠിക്കുന്നവരുണ്ടല്ലോ, ശക്തമായി വചനം പഠിക്കുക. പിൻപിലുള്ളതിനെ ഇനി ഓർക്കണ്ടാന്ന്. സ്തോത്രം. ഇന്നലെ വരെ നിങ്ങളെ കലക്കി കളഞ്ഞ വിഷയങ്ങളെ നോക്കി പറ, സ്തോത്രം, ഞാൻ ഇനി കുലുങ്ങി പോകുകയില്ല. എന്റെ ദൈവം എന്റെ വലത് ഭാഗത്തുണ്ട്. ഞാൻ എന്റെ ദൈവത്തെ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഞാൻ ഇനി കുലുങ്ങി പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് അവനുള്ള സ്വത്തും അവന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെ എല്ലാം അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ, സ്തോത്രം, ജനമെല്ലാം ദാവീദിനെ കല്ലെറിയുവാൻ ഭാവിച്ച് അത്രയും വന്നു. സ്തോത്രം. അവൻ വല്ലാതെ ഭാരപ്പെട്ടു പോയി. പക്ഷെ അവൻ യഹോവയിൽ ആശ്രയിച്ചു. അവൻ ധൈര്യപ്പെട്ടു. ഇന്ന് രാത്രികാലം ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവം നമ്മളെ വിളിച്ചത് കലങ്ങാനല്ല. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് മനം കലങ്ങി ഇരിപ്പാനല്ല, കലക്കങ്ങളെ മാറ്റുവാനാണ്. സ്തോത്രം. ദൈവ പൈതലാകുന്നതിന് മുമ്പ് കലക്കങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ അറിവ് ലഭിക്കുന്നതിന് മുമ്പ് കലങ്ങിയിട്ടുണ്ടാകാം. കുഴഞ്ഞു പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രികാലം ഓർത്തോണം, കർത്താവ് എന്നെ വിളിച്ചത് കുഴഞ്ഞു പോകാനല്ല. സ്തോത്രം. കുഴഞ്ഞ മുഴങ്കാലുകളെ ബലപ്പെടുത്തുന്ന യേശുവാണ് നമ്മുടെ യേശു. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ വലിച്ചു കയറ്റിയ നാഥനാണ്. എത്ര പേര് ഇന്ന് രാത്രി ഇത് സ്വീകരിക്കുന്നുണ്ട്? സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നത് ഉറപ്പുള്ള പാറമേലാണ്. വിശ്വസിച്ചേ പറ്റൂ. സ്തോത്രം. വിശ്വസിക്കത്തക്ക രീതിയിൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവ് സാഹചര്യങ്ങളെ ഒരുക്കി തരികയാണ്. അതിനുള്ളതായ സ്തോത്രം അനുഭവങ്ങളെ കർത്താവ് ഒരുക്കി തരികയാണ്. പ്രൈസ്. നോക്കിക്കേ, പത്രോസ് എന്തുമാത്രം കലങ്ങിയവനാണ്. പത്രോസ് എന്തുമാത്രം സ്തോത്രം കുഴങ്ങിയിട്ടുണ്ട്. പക്ഷേ നിയോഗങ്ങളെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ആത്മശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, അതിനു മുൻപ് കലങ്ങിയവനെ പിന്നെ നമ്മൾ കാണുന്നത് ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനങ്ങൾ പറയുന്നവനെയാണ് കാണുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ പറയാൻ എന്നോട് ആവശ്യപ്പെടുന്നു. ഇന്നലെ വരെ നിങ്ങൾ പലതിലും കുഴങ്ങിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായി പ്രാപിക്കുന്നത് ഇനി കലങ്ങുവാനല്ല, ധൈര്യപ്പെടുവാനാണ്. വിശ്വസിച്ച് പ്രാപിക്കുക, വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക. സ്തോത്രം, സ്തോത്രം. തിരുവചനം പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇന്ന് നേരെ തിരിച്ചാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവര് സ്തോത്രം ആരെങ്കിലും വിളിച്ച് വീര്യപ്രവൃത്തി പ്രാപിക്കുമെന്ന് ഇന്ന് അങ്ങനെ പോകുന്നത്. അങ്ങനല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ വിളിച്ചു വേർതിരിച്ചത് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാനാ. തളർന്നു പോകാനല്ല, കുഴഞ്ഞു പോകുവാനല്ല, ക്ഷീണിച്ച് പിൻവാങ്ങി പോകുവാനല്ല, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിപ്പാനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിച്ച് പ്രാപിക്കുക. ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ഭവനത്തിന്റെ കുഴച്ചില് മാറുക. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന്റെ കുഴച്ചില് മാറുകയാണ്. മനസ്സ് ബലപ്പെടുകയാണ്. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് നന്മ ചെയ്തിരിക്കുന്നു. യഹോവ നിനക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഭവനത്തിന്റെ കുഴച്ചിലുകൾ മാറട്ടെ. കുടുംബജീവിതത്തിനകത്തെ കുഴച്ചിലുകൾ മാറട്ടെ. കുഞ്ഞുങ്ങളുടെ
ജീവിതത്തിലെ കുഴച്ചിലുകള് യേശുവിന്റെ നാമത്തിൽ മാറ്റുകയാണ്. അജലഘടകത രാജ ഗൗഡറമിന്റെ ഗജകസിഹ അർത്ഥാബാല ചൂടാമാന ബന്ധാരാജ ഇതിൽക്കെല്ലാരും പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ടാട്ടെ. ഞാൻ കാണുകയാണ് കുഴച്ചില് മാറുകയാണ്. സാമ്പത്തിക വിഷയങ്ങളിലെ കുഴച്ചിലും മാറുന്നു. അജുല റമാഖബ റഗൽഖറ മനാന്ധന അതർക്ക ശുശ്രൂഷകളിലെ കുഴച്ചിലുകൾ മാറുന്നു. അതർക്കടബറബലഗ ജനാർക്കലജഗടസിഹ അർത്ഥാലാജ ചൂടാറാജ കർഭാലാജ അർത്ഥലാജ ധീമല പ്രമാണയാത അർദ്ധലകട ബനകശമനകട മനിയാതല ഈ പൗലോസ് ക്രിസ്തുവിന് വേണ്ടി, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് സ്തോത്രം, അവൻ തടവുകാരനായി മാറി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൻ മറ്റു സഹതടവുകാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ കപ്പൽ ഛേദമുണ്ടായി, കപ്പലിന് നഷ്ടങ്ങളുണ്ടായി. എല്ലാവരും മനം കലങ്ങിയിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും കുഴഞ്ഞിരിക്കുമ്പോൾ, സ്തോത്രം, ഒത്തിരി വാക്യങ്ങളൊക്കെ എനിക്ക് എടുപ്പിക്കണമെന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം. അവർ കുഴഞ്ഞു പോയി. സ്തോത്രം. ഹല്ലേലൂയ. അവരെ തളർന്നു പോയി. അവരുടെ ആശയെല്ലാം അറ്റുപോയി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂടാബാല ഹദ്ന റഗാന ഹംദന ജഗസിഹ. സ്തോത്രം, സ്തോത്രം. എന്തൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ വേഗം പറയാം. അവിടെ എന്തൊക്കെയാ നടന്നു എന്ന് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 27:15 പറയുന്നത്, കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടു, അങ്ങനെ പാറിപ്പോയി. സ്തോത്രം. അങ്ങനെയുള്ളവർ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. ദൈവശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ്, ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സ്തോത്രം. പാറിപ്പോയവരുണ്ട്. ക്ലൗദ എന്ന അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. സ്തോത്രം. എന്തൊക്കെയാ സംഭവിച്ചതെന്ന്, ആ കപ്പൽ എന്തൊക്കെയാ സംഭവിച്ചത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പാറിപ്പോയി. ക്ലൗദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റിയോടിട്ട് പ്രയാസത്തോടെ, എന്താണ്? പ്രയാസത്തോടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തത് തോണി കൈവശമാക്കി. നിങ്ങൾക്ക് അധ്യായം കിട്ടിയോ? അപ്പോസ്തല പ്രവൃത്തി 27-15 മുതലാണ് ഞാൻ വായിക്കുന്നത്. സ്തോത്രം. അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പ് വരുത്തി, പിന്നെ മൺതിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച്, പിന്നെ പറയുന്നു, പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് എന്ത് ചെയ്തു? അലഞ്ഞു പോയി. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോയതാകട്ടോ. സ്തോത്രം. അലഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെന്ത് ചെയ്തു? ചരക്ക് പുറത്ത് കളഞ്ഞു അവര്. സ്തോത്രം. അതിനുള്ളിൽ ധാരാളം നല്ല ഗുഡ്സ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത് കളഞ്ഞു. അടുത്ത പറയുന്ന 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിട്ട് കളഞ്ഞു. കണ്ടോ? വിഷയങ്ങളൊക്കെ കയറി വരുമ്പോ എന്തൊക്കെ കാട്ടി കൂട്ടുമെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഭാരമെല്ലാം കൂടി തലയിൽ കയറി വരുമ്പോൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ വിട്ടു പോകുമ്പോൾ ഓരോന്നോരോന്നായി വിൽക്കേണ്ടി വരുന്നു. എന്തുവാ ഇങ്ങനെയൊക്കെ? ദൈവാത്മാവ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ ആത്മാവിന്ന് ഇങ്ങനെ കൊണ്ടുപോകുക, വിടുതൽ നടക്കുക കേട്ടോ. ഭവനത്തിനകത്ത് ഈശാനമൂലൻ അടിച്ചത് കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി, ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി. സ്തോത്രം. ഇന്ന് രാത്രി വിടുതലാകട്ടോ. വലിയ വിടുതല. ഇതുവരെ കേറാത്തവർക്ക്, ഇത് ആദ്യമായിട്ട് കേറുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. വലിയ വിടുതൽ ഇന്ന് കർത്താവിനെ കാണിക്കുക. പാറിപ്പോയവരിന്റെ അകത്തുണ്ട്, കുഴഞ്ഞു പോയവരുണ്ട്. വിശ്വസിച്ചോണേ. ഇന്ന് രാത്രിയില് കർത്താവ് നിന്നോടാ സംസാരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. അടുത്തത്, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെ അറ്റുപോയി. ഉണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി രക്ഷപ്പെടത്തില്ല പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ്. ഇനി ഞങ്ങൾ കേറാൻ ഒരു സൂം പ്ലാറ്റ്ഫോം ഇല്ല. സ്തോത്രം. ഇനി ഞങ്ങൾ കാണാത്ത പാസ്റ്റർമാരില്ല. ഞങ്ങൾ പോകാത്ത പ്രാർത്ഥന ഇല്ല.
പണ്ട് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ആ രീതിയിലുള്ള പ്രതിശാന്തിയായിരുന്നു. ഇപ്പൊ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാല് ഓരോ ദേവദാസന്മാരെ കാണണ്ടെന്നല്ല പറഞ്ഞത്, വിളിക്കണ്ടെന്നല്ല പറഞ്ഞത്. ഒരു ദൈവദാസനെ വിളിച്ചു, കാര്യങ്ങൾ ശരിയാകുന്നില്ല. അടുത്ത ദൈവദാസനെ വിളിക്കുന്നു, കാര്യങ്ങൾ ശരിയാകുന്നില്ല. സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ അപ്പൊ ആ ദൈവദാസൻ പറഞ്ഞു, അടുത്ത എന്താ എന്റെ യേശുവേ സ്തോത്രം, അടുത്ത TV പ്രോഗ്രാം നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ. പണ്ട് മെഴുകുതിരി കത്തിക്കുമായിരുന്നു അല്ലേ സുജയന്തി? പണ്ടേ മെഴുകുതിരി കത്തിക്കുമായിരുന്നു. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. കർത്താവിനെ അറിയുന്നതിന് മുമ്പ് മെഴുകുതിരി കത്തിക്കുമായിരുന്നു, കോഴിയെ കൊടുക്കുമായിരുന്നു, പിന്നെ അങ്ങനെ ആയിരുന്നു നേർച്ച. ഇപ്പൊ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോ പറയുക, അടുത്ത TV പ്രോഗ്രാം എന്തോ ചെയ്യണം? സ്പോൺസർ ചെയ്യണം. സ്പോൺസർ ചെയ്താൽ വിടുതലാകുന്നു. അങ്ങനെ എത്രയോ സ്പോൺസർ ചെയ്തു, എന്നിട്ടും ഈ കുഴച്ചിൽ അങ്ങോട്ട് മാറുന്നില്ല. ഇതിലേക്ക് വന്ന വചനം ഓർമ്മയുണ്ടോ? എങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. പൈസ ഉള്ളവരെല്ലാം സ്പോൺസർ ചെയ്തോണേ. ഈ എബിപാഷ് പറഞ്ഞെന്ന് വിചാരിച്ച് TV പ്രോഗ്രാം ഒന്നും സ്പോൺസർ ചെയ്യാതിരിക്കരുത്. ഒത്തിരി ദൈവാസന്മാരുടെയൊക്കെ മെസ്സേജ് അങ്ങനെ വരുന്നേ. അവരൊക്കെ നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് TV ഹാർവസ്റ്റിലൊക്കെ ഹാർവസ്റ്റ് പ്രസംഗിക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുക്കണം. അവരുടെ ശുശ്രൂഷയൊന്നും പോകരുത്. എന്നിട്ടും രക്ഷപ്പെടാത്തവരുണ്ട്. എന്നിട്ടും സ്തോത്രം. ഒരിക്കലൊരു സഹോദരന് പത്തനംതിട്ടയിലുള്ളയാ. അപ്പൊ അദ്ദേഹമായിട്ടൊന്നും കണക്ഷൻ ഇല്ല. എന്റെ പഴയ ഫോണിലെ നമ്പറെല്ലാം കിടക്കും, ഇനി റിട്രീവ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ വിഷയത്തിന് എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ദൈവം ഒത്തിരി വിടുതലൊക്കെ ചെയ്തു. സ്തോത്രം. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാഷേ വേറെ പ്രാർത്ഥിക്കുന്ന പാഷന്മാർ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. അപ്പൊ ഞാൻ എന്നാ വിചാരിച്ചു, അദ്ദേഹത്തിന് സമാധാനത്തിന് ഒരു ദൈവാസനെ പരിചയപ്പെടുത്തി വിട്ടു. സ്തോത്രം. എബി പാഷൻ കൂടി വരാമോ എന്ന് ചോദിച്ചു. എനിക്ക് ആ ദൈവാസനെ അറിയാമോന്നുകൊണ്ട് ഞാൻ ചെന്ന് അകത്തൊന്നും കയറിയില്ല, പ്രാർത്ഥിച്ചു, വിട്ടു. എന്നിട്ട് പറഞ്ഞു, വലിയ വിടുതൽ നടക്കാൻ പോവാ, എന്റെ അടുത്ത TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തേക്കണേ. ആ പാവം പിടിച്ചവൻ 10,000-15,000 രൂപ കൊടുത്ത് TV പ്രോഗ്രാം സ്പോൺസർ ചെയ്തു. ഒന്നും നടന്നില്ല. പിന്നെയും പറഞ്ഞു, ഇനി ഒരു 10,000 കൂടി ഇടുക, വലിയ വിടുതൽ ഉണ്ടാക്കാൻ പോവാന്ന്. പിന്നെ ഒരു 10,000 ഇട്ടു, ഒരു വിടുതൽ ഉണ്ടായില്ല. വീട്ടിലെ അവസ്ഥ അതുപോലെ തന്നെ. അവസാനം പാവം പിടിച്ചവൻ വന്ന് പറഞ്ഞു, എബി പാസ്റ്റർക്ക് 10,000 കൊടുക്കണ്ട, 20,000 കൊടുക്കേണ്ട. സ്തോത്രം. ചെന്നിരുന്ന് കൊടുത്താൽ മതി. പ്രൈസ് ലോർഡ്. ഇങ്ങനെ നല്ല നല്ല ദൈവാസന്മാരുണ്ട്, ദൈവാസിമാരുണ്ട് കേട്ടോ. സ്തോത്രം. പൈസയൊന്നും വേണ്ട. പ്രൈസ് ലോർഡ്. കോഴി കൊടുക്കണ്ട, ചായ ഇട്ട് കൊടുക്കണ്ട, പൊറോട്ട വാങ്ങിച്ചു കൊടുക്കണ്ട. ജാഗരിക്കുന്നവരുണ്ട് കേട്ടോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ആരുടെ അന്നം മുട്ടിക്കാനല്ല ഇത് പറയുന്നത്. പ്രൈസ് ലോർഡ്. സ്തോത്രം. നീ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൽ ഉറപ്പിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നോക്കിക്കേ, പ്രൈസ് ലോർഡ്. സ്തോത്രം. അവർ രക്ഷപ്പെട്ടു കേട്ടോ. ആ ഭവനം രക്ഷപ്പെട്ടു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. തിരുവചനം പറഞ്ഞു കൊടുത്തേ കൊണ്ടേയിരുന്നു. യേശുക്രിസ്തുവിൽ അവരെ ഉറപ്പിച്ചു. സ്തോത്രം. വിശ്വാസത്തിൽ ഉറപ്പിച്ചു, പ്രത്യാശയിൽ ഉറപ്പിച്ചു. അവർ ഉറച്ചു കഴിഞ്ഞപ്പോൾ അവർ വീര്യം പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. നോക്കിക്കേ, ഇപ്പൊ പറഞ്ഞു, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയി. സ്തോത്രം. ജെസിയാൻറ്റി ചോദിക്കുന്നത്, ഇനി ഞങ്ങൾ രക്ഷപ്പെടുമോ? ആമേ. സ്തോത്രം. ഓമനാൻറ്റി രക്ഷപ്പെട്ടോ? ആ രക്ഷപ്പെട്ടു. സ്തോത്രം. രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിക്കുന്നവരൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആശ അറ്റുപോയവർക്ക് ആമേ. സ്തോത്രം. ഇനിയൊരു വിടുതലില്ലെന്ന് പറയുന്നവർക്ക് വിടുതലുണ്ട്. അതെന്റെ യേശുവിന്റെ പാദപീഠത്തെങ്കിലാണ്. നിങ്ങൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ വചനത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പിന്മാറ്റങ്ങൾ മാറിക്കഴിഞ്ഞാൽ, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ, ആമേ. സ്തോത്രം. ആമേ. രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ച വിഷയത്തിന് മേൽ വിടുതൽ
ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ എന്നുള്ള ആശയമൊക്കെ അറ്റുപോയി. പിന്നെ അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവിടെ നടുവിൽ ഇപ്പൊ എന്തുവായി? പട്ടിണിയായി. സ്വതന്ത്രം അല്ലെങ്കിൽ ഈ ആഹാര സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞു, പട്ടിണി. ഞാൻ ഇതിനെ പറയാ ഉപവസിച്ച്. സ്തോത്രം. ഇനി ഉപവസിച്ച് പണ്ടൊക്കെ ഉപവസിച്ച് ബലപ്പെടുമായിരുന്നു. ഇപ്പൊ ഉപവസിച്ച് അങ്ങ് ക്ഷീണിച്ചിരിക്കും. ചിലര് പറയുന്നത് ഭാഷ ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയത്തില്ല. പണ്ടൊരു ആന്റി, ഇതെല്ലാം നാട്ടിലായിരിക്കുമ്പോൾ കാര്യങ്ങളാ പറയുന്നത്, നാട്ടിലായിരിക്കുമ്പോൾ ആന്റി പറഞ്ഞു, ഭാഷയെ ഇനി കരയാൻ എന്തോ ഇല്ല, കണ്ണുനീരില്ല. സ്വതന്ത്രം. കണ്ണുനീരെല്ലാം വാറ്റി. സ്തോത്രം. ആമെ ഉപവസിച്ചു. നോക്കിക്കേ, ആമെ അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും. വചനത്തിന് തെറ്റത്തില്ല കേട്ടോ. എന്താ പറഞ്ഞേ? കഷ്ടനഷ്ടങ്ങൾ. അപ്പൊ കർത്താവിന്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കൈക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ എന്തുവാ സമ്പാദിക്കുന്നേ? ഇത് എന്റെ ബൈബിളിൽ മാത്രമല്ല, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. എന്താണ്? ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെ. ഇപ്പം ഈ പട്ടിണി കിടന്നും ഉപവസിച്ചും സമ്പാദ്യം എന്തുവാ? ബലത്തോടെ ജീവിക്കുന്നവരുണ്ട്. അവർ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ശക്തമായി പ്രാർത്ഥിക്കുക. ഇതിന്റെ അകത്ത് കഷ്ടനഷ്ടങ്ങൾ സമ്പാദിച്ചിരിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് ഇനി നീക്കിയിരിപ്പ്? കുറെ കണ്ണുനീര്. എന്തുകൊണ്ട് നീക്കിയിരിപ്പ്? കുറെ കഷ്ടങ്ങളും നഷ്ടങ്ങളും. ഇന്ന് രാത്രി മാറാൻ പോവുക. സ്തോത്രം. നോക്കിക്കേ, ആമേൻ. എന്റെ വാക്കനുസരിച്ച്, കർത്താവിന്റെ വാക്കനുസരിച്ച് ക്രയത്തിൽ നീക്കാതെ ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയും ഇരിക്കേണ്ടതായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കേണ്ടവരായിരുന്നില്ല. സ്തോത്രം. നന്മ അനുഭവിച്ച് ജീവിക്കേണ്ടവരായിരുന്നു. സുഖത്തോടെ ജീവിക്കേണ്ടവരായിരുന്നു. കർത്താവിന് വേണ്ടി ആമെ ധീരതയോടെ നിൽക്കേണ്ടവരായിരുന്നു. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി, ആമെ ഭടന്മാരായി, കർത്താവിന്റെ പോരാളികളായി നിൽക്കേണ്ടവരായിരുന്നു. നല്ല യുദ്ധസേവ ചെയ്യേണ്ടവരായിരുന്നു. പക്ഷെ എവിടെയോ നമ്മൾ ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കാതെ, സ്തോത്രം മുന്നോട്ട് നീക്കിയത് കൊണ്ട് ആമേസ്വത കഷ്ടനഷ്ടങ്ങൾ സമ്പാദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആകെ എന്തേ ഉള്ളൂ? ഒരു കണ്ണുനീരേ ഉള്ളൂ. ഇപ്പോൾ എന്തേ ഉള്ളൂ? സ്തോത്രം. ശൂന്യതയുടെ കണക്കേ ഉള്ളൂ. ചൂടാബാലാബാല വസന്ത്. എന്നാലും പറയാണ്. അപ്പൊ 22-ാം വാക്യം ഇത്രയും നേരം ഞാനാ വായിച്ചത്. 22 വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി 27-22. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഇന്ന് രാത്രിയിൽ എന്റെ ദൈവത്തിനും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഏറ്റെടുക്കാൻ തയ്യാറാണോ? കൈക്കൊള്ളാൻ തയ്യാറാണോ? സമ്പാദ്യമെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും കണ്ണുനീരാണെങ്കിലും, പരാതികളും പരിഭവങ്ങളും ആണെങ്കിലും, ഇതുവരെ രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നുള്ള ഒരനുഭവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അവരെ നോക്കി ഞാൻ ക്രിസ്തുയേശുവിന് വേണ്ടി ഞാൻ പറയുകയാണ്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എത്ര പേര് ഏറ്റെടുക്കുക? ധൈര്യത്തോടിരിക്കുക. അരകാലാല നികളധാര അർത്ഥകലാട ധീവല പൗഷ നമനഗധാനം അത്തികരച്ചല വൈക്ഷബലം തര ജൂബല പൗഡ റമനാജാന. നിങ്ങളുടെ റൂമിൽ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പരിവർത്തനം ഞാൻ കാണുകയാ. ഇതുവരെ ധൈര്യപ്പെടാത്തതുപോലെ ഇതുവരെ ധൈര്യപ്പെടാത്തതുപോലെ അർത്ഥാരാജ ധൂലാബാല വൗഷാമാന ധൂടാമാന വന്ധലാജ വൈഷംധന അർത്ഥഘടകദലാജക ഷൈഡമനഘടകദലസ്യ ധൂടാധനസ്യ ധുനകേ ഹന്ധന അബലഘടമനഘടകടകസ്യ ധൂരപ്രഭടകദലസ്യ. യേശുവിന്റെ രക്തത്താൽജയം, 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 യേശുവിന്റെ രക്തത്താൽജയം. എല്ലാവരും പ്രാർത്ഥനയോടിരിക്കണേ.
അന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേ സ്തോത്ര ധൈര്യത്തോടിരിക്കട്ടെ. ആമെ കുഴഞ്ഞു പോയ വിഷയത്തിന് മേൽ ധൈര്യത്തോടിരിക്കട്ടെ. ഞാൻ മറ്റൊരു വിഷയമാണ് ആമേ സ്തോത്രം ദൈവസനിൽ ഇരിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഞാൻ എടുക്കുന്നെങ്കിലും ഇവിടെ ആമേൻ ദൈവത്തിനാത്മാവിനെ പിടിച്ചു നിർത്തുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് ആലോചന വെളിപ്പെടട്ടെ, ദൈവത്തിന് ആലോചന വെളിപ്പെടട്ടെ. ഞാനല്ല പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു. ധൈര്യത്തോടിരിക്കട്ടെ, ധൈര്യത്തോടിരിക്കട്ടെ, ധൈര്യത്തോടിരിക്കട്ടെ. ഇതുവരെ ധൈര്യപ്പെടാത്തതുപോലെ, ഇതുവരെ ബലപ്പെടാത്തതുപോലെ ഇന്ന് രാത്രി കാലം ബലപ്പെടട്ടെ, ഇന്ന് രാത്രി ബലപ്പെടട്ടെ, ഇന്ന് രാത്രി ബലപ്പെടട്ടെ, ഇന്ന് രാത്രി ബലപ്പെടട്ടെ. ശംധന വൈഡപര ഹധ്വന ജഗസിഹാധന അങ്ങനെ പറയുന്നത് പോൾ urges the men abroad the sheep to take courage. ഇന്ന് രാത്രികാല ധൈര്യപ്പെടുക, ഇന്ന് ദൈവവചനത്തിൽ ധൈര്യപ്പെടുക, പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെടുക. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ ആമേൻ. കപ്പലുടമയുടെയും ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ മാലൂമിയുടെയും വാക്ക് കേട്ട് മുന്നോട്ട് പോയവർ കാര്യങ്ങളൊക്കെ സാധ്യമാകുമെന്ന് കരുതി മുന്നോട്ട് പോയവർ അധൈര്യപ്പെട്ടു പോയി. പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അധൈര്യപ്പെട്ടു പോയി. ലോകത്തിന്റെ വാക്കുകൾ ആദ്യം ഇമ്പമായി തോന്നും. ലോകത്തിന്റെ വാക്കുകൾ, ജഡത്തിന്റെ വാക്കുകൾ ആദ്യം ഉറപ്പിക്കുന്നത് പോലെ ഉറപ്പിക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ തോന്നും. നോക്കിക്കേ, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. ദൈവാത്മാ ശക്തമായി പറയുന്നു. ആദ്യമൊക്കെ നിങ്ങൾക്ക് തോന്നി, ജീവിതത്തിന്റെ ആരംഭത്തിൽ തോന്നി എല്ലാം സ്മൂത്തായിട്ട് പോവുക, കുഴപ്പമൊന്നുമില്ല, എല്ലാം നടക്കുമെന്നൊക്കെ ചിന്തിച്ച വിഷയത്തില് ഇന്ന് രാത്രി കാലം കുഴഞ്ഞിരിക്കുന്നവരോട് പറയുന്നു, ധൈര്യപ്പെടുവീ. ധൈര്യപ്പെടുത്തുന്ന പ്രവൃത്തി നടക്കുകയാണ്. അജല ഘടകരാസിഹ ചൂടാപാലാപശന്തന. ദൈവത്തിനാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. ഭക്തന്മാരുടെ വാക്കുകൾ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. യേശുവിന്റെ വാക്ക് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. ആർത്തരാജരാജ പൗഡരമനഗസിഹ. ഇങ്ങനെ പറയുന്നു, കീപ് അപ്പ് യുവർ കറേജ്. നിങ്ങളുടെ ധൈര്യത്തെ സൂക്ഷിക്കുക. ചൂടാപാലാപാലാപശന്തന അപ്തര വൈഡ പ്രമാണഗസിഹ ചൂടാപാലാപാലാപാലക ശംധന. ധൈര്യപ്പെട്ടിരിക്കുന്നവർ പിന്നെ ബലപ്പെടുക. ഇങ്ങനെ പറയുന്നത് ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു. അനേക ട്രാൻസ്ലേഷൻ, ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. ആൻഡ് നൗ ഐ exhort you to be of good cheer. സന്തോഷത്തോടിരിക്കുവാൻ. എല്ലാം നഷ്ടമായി സന്തോഷമെല്ലാം പോയവരോട് പറയുന്നു. ഇന്ന് രാത്രി പൗലോസ് പറയുന്നു, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, ക്രിസ്തുവിൽ വീണ്ടും സന്തോഷിപ്പീൻ. ചൂടാപല സന്തോഷത്തെ കെടുത്തി കളഞ്ഞ വിഷയങ്ങളോട് പറയുന്നു, സന്തോഷിപ്പീൻ, ബലപ്പെടുവീൻ, ധൈര്യപ്പെടുവീൻ. ഹല്ലേലൂയ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയാവോ? സ്തോത്രം. അങ്ങനെ പറയുവാനുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായോ? സ്തോത്രം. പൗലോസ് പറയുകയാണ്, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഇന്ന് രാത്രിയില് ആമേൻ സ്തോത്രം, ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിന് ഇന്ന് രാത്രി എന്റെ യേശുവിന് പറയാനുള്ളത്, പ്രൈസ് ലോർഡ്, വാഗ്ദത്തം പ്രാപിപ്പാനുള്ള വാഗ്ദത്തം പ്രാപിപ്പാനുള്ളവരുടെ പ്രാണന് ഹാനി വരത്തില്ലെന്ന്. പ്രൈസ് ലോർഡ്. കപ്പലിന് നാശം സംഭവിക്കുമെന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കത്തില്ല? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഇയ്യോബിന്റെ വിഷയത്തിലും ദൈവമായ യഹോവ സാത്താനോട് പറഞ്ഞു, അവനെ പ്രാണനെ തൊടരുത്. സ്തോത്രം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നന്മ കാണുന്നതിന് മുൻപ് പ്രാണനെ എടുത്തു കളയുമെന്ന് ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ ജീവിതം പോലും നശിപ്പിച്ചാലോ എന്ന് ചിന്തിച്ച അനേകര് ആമേ കർത്താവിൽ ബലപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ആരും ആമേ സ്തോത്രം ജീവിതം നശിപ്പിക്കണമെന്ന് ചിന്തിച്ചവർ അധികം ഒന്നും കാണത്തില്ല. ഇന്ന് രാത്രികാലം പറയട്ടെ, ഒരു പക്ഷേ രാജ്യങ്ങൾക്ക് പ്രയാസം വരാം, ഒരു പക്ഷേ ഭരണങ്ങൾക്ക് പ്രശ്നം വരാം, ഒരു പക്ഷേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ
കേടുകൾ സംഭവിക്കാം, പക്ഷെ വാഗ്ദത്തം പ്രാപിപ്പാനുള്ളവൻ ഒരു കേടും സംഭവിക്കത്തില്ല. വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുള്ളവർക്ക് ഒരു നാശവും ഉണ്ടാകത്തില്ല. അവരുടെ പ്രാണനൊരു കേടും സംഭവിക്കത്തില്ല. ഇന്ന് രാത്രികാലം കർമ്മയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാണനെ തിരുവചനം പറയുന്ന പോലെ ദാവീദിനോട് പറയും, നിന്റെ സ്തോത്രം പ്രാണൻ ദൈവത്തിന്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം നന്മകൾ പ്രാപിക്കുവാൻ, വാഗ്ദത്തം നിവർത്തിക്കായി, ദൈവം പറഞ്ഞത് അനുഭവിക്കുവാൻ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ അനുഭവിക്കുവാൻ, അത് കാണുവാൻ, അത് ആസ്വദിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാണനെ മുദ്ര ചെയ്യുന്നു. യെസ് 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 ഞാൻ ജീവനോടിരുന്ന്, എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പ്രസ്താവിക്കും. ഇന്ന് രാത്രികാലം നിന്റെ ലിവറിനെ കർത്താവ് പുതുക്കുകയാണ്. ഇന്ന് രാത്രികാലം നിന്റെ ഹാർട്ട് ബീറ്റിനെ കർത്താവ് നന്നാക്കുകയാണ്. ഇന്ന് രാത്രികാലം നിന്റെ ശരീരത്തെ മുഴുവനും പരിശുദ്ധാത്മാവ് പുതുക്കുകയാണ്. നീ തലമുറകളുടെ നന്മ കാണും, നീ തലമുറകളുടെ നന്മ അനുഭവിക്കും, നിന്റെ പുതിയ നന്മ അനുഭവിക്കും, പുതിയ സാലറി പാക്കേജ് നീ അനുഭവിക്കും, പുതിയ ശുശ്രൂഷകൾ ചെയ്യും. ശുശ്രൂഷകളുടെ നന്മകൾ അനുഭവിക്കും. ആർക്കു വേണ്ടി ജാഗരിച്ചിട്ടുണ്ടോ അവരുടെ ആ നന്മ അനുഭവിക്കും. യേശുവിന്റെ നാമത്തിൽ പൗലോസിനോട് ചേർന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രാണന് ഹാനി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രാണന് ഹാനി വരത്തില്ല, തലമുറകളുടെ പ്രാണന് ഹാനി വരത്തില്ല. അവർ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുകയും പുതിയ വാഗ്ദത്തങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. നിന്റെ കൂട്ടാളിയുടെ പ്രാണന് ഹാനി വരികയില്ല. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അധികാരികളുടെ പ്രാണന് ഹാനി വരികയില്ല. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എന്നെ ദൈവത്തിനാത്മാവ് കാണിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനവുമായുള്ള ബന്ധത്തില് സ്തോത്രം പെട്ടെന്ന് അവിടെ ആപത്തുകൾ വരുത്തിയിട്ട് നിന്റെ ജോലിയെ ക്ലോസ് ചെയ്യുവാൻ അവരുള്ളത് കൊണ്ടാണ് ജോലി ചെയ്യുവാൻ സാധിക്കുന്നത്. സ്തോത്രം പ്രൈസ് ലോർഡ്. കേടുകൾ വരുത്താൻ നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളെ, അവകാശവാദങ്ങളെ ശാസിക്കുന്നു. സ്ഥാപനങ്ങളുടെ അധികാരികളുടെ പ്രാണനെ യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യുകയാണ്. അജയ റമന അർത്ഥലികട തുമന ഹംദന രിഗഷിഹ. പൗലോസ് വിളിച്ചു പറയുന്നു, സ്തോത്രം നിങ്ങൾ ആരുടെ പ്രാണന് ഹാനി വരികയില്ല. അടുത്തത്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം സ്തോത്രം കപ്പലിലുള്ള ബാക്കിയുള്ളവരുടെ അടുക്കൽ പ്രാണഭയവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ പൗലോസിന്റെ അടുക്കൽ ആര് വന്നെന്നാ പറയുന്നത്? എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്. രാമൻ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. എല്ലാരും പ്രാണഭയത്തിൽ അലഞ്ഞപ്പോൾ, കുഴഞ്ഞപ്പോൾ ഭക്തന്റെ അടുക്കൽ ആര് വന്നെന്ന്? സ്തോത്രം. ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. രാമേ പറഞ്ഞേ, കപ്പലിൽ അത്രയും പ്രശ്നങ്ങൾ നടക്കുക, എല്ലാവരും അലമുറയിട്ട് കരയുക, എല്ലാവരും ആ പടകിൽ തെക്കോട്ടും വടക്കോട്ടും ഓടുകയാ. പ്രശ്ന കലുഷിതമായ പടകിൽ ഈ നടക്കുന്ന പ്രശ്നത്തിനകത്തൊന്നും ഒരു അഭിപ്രായം പറയാതെ, അതിനോട് യെസും നോയും പറയാതെ പൗലോസ് ദൈവത്തിന്റെ കൂടെ നിൽക്കുക. അങ്ങനെയുള്ള പൗലോസിന്റെ അടുക്കൽ ആര് വന്നെന്ന്? ദൈവത്തിന്റെ ദൂതൻ വന്നു. എന്ത് വന്നാലും ഒരു അഭിപ്രായം പറയാൻ പോകണ്ട കേട്ടോ, ഒരു അഭിപ്രായത്തിന് പോകണ്ട, ഒന്നും പറയാൻ പോകണ്ട. സ്തോത്രം. നീ യഹോവയുടെ പക്ഷത്ത് നിൽക്ക്, നിനക്ക് വേണ്ടി ദൂതനെ അയക്കാൻ പോവുകയാണ്.
നീ ദൈവത്തിന്റെ കൂടെ നിൽക്കുക. പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാതെ, ചരക്ക് കളയുന്നവരുടെ കൂടെ നിൽക്കാതെ, ഈ പാറിപ്പോന്നവരുടെ കൂടെ നിൽക്കാതെ, അധൈര്യപ്പെട്ടു പോകുന്നവരുടെ നിൽക്കാതെ, പ്രാണഹാനി വരുമ്പോൾ ചിന്തിക്കുന്നവരുടെ കൂടെ നിൽക്കാതെ, നീ ദൈവത്തിന്റെ കൂടെ നിൽക്കുക. നിനക്ക് വേണ്ടി ദൈവം തന്നെ ദൂതനെ അയക്കും. സ്തോത്രം. പൗലോസിനോട് പറയുകയാണ്, പൗലോസിനോട് പറയുന്നു, ഭയപ്പെടരുത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ആര് ധൈര്യപ്പെട്ടു? പൗലോസ് ധൈര്യപ്പെട്ടു. ആര് ധൈര്യപ്പെട്ടു? സീന ധൈര്യപ്പെട്ടു. ആര് ധൈര്യപ്പെട്ടു? നാൻസി ധൈര്യപ്പെട്ടു. ആര് ധൈര്യപ്പെട്ടു? ജെസി സിസ്റ്റർ ധൈര്യപ്പെട്ടു. ആര് ധൈര്യപ്പെട്ടു? ബ്ലസ്സി ധൈര്യപ്പെട്ടു. ആര് ധൈര്യപ്പെട്ടു? ബിന്ദു സിസ്റ്റർ. ആര് ധൈര്യം? ശ്രീജ, സിന്ധു, സുശീല, സുഭി, സോപ്ര, പെണ്ണമേ ആന്റി, എല്ലാവരുടെയും പേര്, എല്ലാരും, ഒനിക്സ്, സാറ, മാത്യു, ഇവരെല്ലാം ബലപ്പെട്ടു. ഏതാൻ സോദരം. എത്ര കലുഷിതമായ അനുഭവമാണെങ്കിലും ഇന്ന് പറ, ഞാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൂതന്റെ ശബ്ദം കേട്ട് ഞാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയിൽ ഞാൻ ധൈര്യപ്പെടുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഞാൻ ധൈര്യപ്പെടുന്നു. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് അറിഞ്ഞ് ധൈര്യപ്പെടാം. നിങ്ങൾക്ക് അനേക ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുക. അധൈര്യപ്പെടല്ലേ, ധൈര്യപ്പെട. അതിലൊക്കെ ഉപരിയായി ദൂതൻ ഇന്ന് രാത്രി എത്ര വിശ്വസിക്കുന്നു? നിങ്ങളുടെ റൂമിൽ ദൂതൻ വന്നിറങ്ങും, നിന്നോട് പറയും, ധൈര്യപ്പെട. നിങ്ങൾ ധൈര്യപ്പെട്ടാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ ഭയം മാറിയാൽ മറ്റുള്ളവരുടെ ഭയം മാറും. പൗലോസിനോട് ദൂതൻ പറയുന്നു, നീ ധൈര്യത്തോടിരിക്കുക, നീ ഭയപ്പെടണ്ടെന്ന്. സ്തോത്രം, 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 സ്തോത്രം. അടുത്തത് പറയുകയാണ്, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെ ദൈവം നിനക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ളവരെ എല്ലാം ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. കർത്താവിൽ ധൈര്യപ്പെടുന്നവരുടെ കയ്യിൽ വീട്ടുകാരെ തരും. നിങ്ങളുടെ കുടുംബക്കാരെ മൊത്തം തരാൻ പോവാ. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം നിന്റെ കയ്യിൽ തരാൻ പോവുക. ആടി ഒലയുന്നവരുടെ കയ്യിലല്ല പിള്ളേരെ കൊടുക്കുന്നേ. വിഷമിച്ച് നെട്ടോട്ടം ഓടുന്നവരുടെ കയ്യിലല്ല. ദൈവവചനം കേട്ട് ധൈര്യപ്പെടാമോ? കർത്താവ് പറയുന്നു, നിന്റെ കുഞ്ഞുങ്ങൾ, നിന്റെ കുടുംബത്തെ നിന്റെ കയ്യിൽ തന്നിരിക്കുക. നിന്റെ കുടുംബക്കാരെ മൊത്തം നിന്റെ കയ്യിൽ തന്നിരിക്കുക. അലഞ്ഞവരുടെ മൊത്തം, കുഴഞ്ഞവരുടെ മൊത്തം, ഞാൻ ഇനി എന്തിനു ജീവിക്കുന്നുവെന്ന് പറഞ്ഞു നടക്കുന്നവരെ മുഴുവനും ദൈവം നിനക്ക് തന്നിരിക്കുന്നു, 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 തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ചില നിയോഗങ്ങളുടെ രാത്രിയാ. അവിടെ ദേശത്തെ നിന്റെ കരങ്ങൾ തന്നിരിക്കുന്നു. മരണസ്ഥിതിയിലായിരിക്കുന്ന ദേശത്തെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ആമിസ്തോത്രം, ഹല്ലേലൂയ. കടക്കണിയിലായിരിക്കുന്ന നിങ്ങളുടെ കമ്പനിയെ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നിന്റെ ഹോസ്പിറ്റലിനെ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന വീടിനെ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ദേശീയ ഏറ്റെടുക്കുക. അവരുടെ കുഴച്ചിലുകൾ മാറുവാൻ ദൈവം ആ ഭവനം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ജീബാബാബ്, നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അജല റമന, ഞങ്ങളുടെ പ്രാപിക്കുക, 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 പ്രാപിക്കുക. ദാനം തന്നിരിക്കുന്നു, ദാനം തന്നിരിക്കുന്നു. ആമേനാമേ, ദൈവകൃപ വ്യാപരിക്കുക. ആമേനാമേ, ശക്തമായ ദൈവകൃപ ഞാൻ കാണുന്നു. ആമേ, തന്നിരിക്കുന്നു, നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഇപ്പം ആമേ സോദരം, ധൈര്യപ്പെട്ട പൗലോസ് പറയുകയാണ് 25-ാം വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. ഓ, എനിക്ക് സന്തോഷം, സ്തോത്രം. ഇനി ഞാനല്ല ജെസിമാമയുടെ വീട്ടുകാരോട് പറയുന്നത്, ജെസി ആന്റിയാ പറയുന്നത്. എന്തുവാ? കുഞ്ഞുങ്ങളെ നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ. സീനാനീഷെ വീട്ടിൽ മൊത്തം പറഞ്ഞു നടക്ക്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കാൻ പറ. കൊച്ചേട്ടനോട് പറ ധൈര്യത്തോട്ടിരിക്കാൻ. ഈ പേടി കാരണമാ ഈ കോശലെല്ലാം ഉണ്ടായത് പുള്ളിക്കാരൻ. പറയണം സ്നേഹത്തോടെ. അച്ചായാന്നാന്ന് വിളിക്കുന്ന അച്ചായ, ചേട്ടാ നിങ്ങൾ ചേട്ടാ, കൊച്ചേട്ടാന്ന് കൊച്ചേട്ടാ. ധൈര്യത്തോട്ടിരിക്കാൻ. ധൈര്യപ്പെട്ടവര് പറയുക ധൈര്യത്തോട്ടിരിക്കാൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കും, അതെന്റെ ജോലിയാ. പക്ഷെ നിങ്ങളുടെ വീട്ടുകാരോട് ഈ വിഷയത്തിന്
മറുപടി ഉണ്ടെന്ന് പറയേണ്ടത് നിങ്ങളാ. ഏത് സമയത്ത് വിളിച്ചാലും ഞാനിപ്പോ റെഡിയാക്കട്ടോ. പ്രൈസ് ലോർഡ് സഹോദരൻ. ചിലപ്പോ രാവിലെ ജോലിക്ക് പോകാൻ നേരത്ത് ഉക്കനെ പോലെ ഇങ്ങനെ ആടി ആടി ജോലി ചെയ്തിട്ട് വന്നാലും സ്തോത്രം ഞാൻ രാത്രി പ്രാർത്ഥിക്കും, ഉണർന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രൈസ് ലോർഡ് സഹോദരൻ. ജോലിയിൽ ഇത്തിരി ആട്ടം വന്നാലും കുഴപ്പമില്ല, ഉറക്കം തൂങ്ങി ജോലി ചെയ്താലും കുഴപ്പമില്ല, ജനരക്ഷപ്പെടട്ടെ. സ്തോത്രം. പാഷ എന്താ പക്ഷെ അങ്ങനെ ഇങ്ങനെ പറയുന്നേ? അത് എന്റെ ജോലിയാ പ്രാർത്ഥിക്കാന്നുള്ളത്. നിങ്ങളുടെ ജോലി എന്തുവാ? ധൈര്യത്തോടിരിപ്പ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തുക. നിങ്ങളെ കുഞ്ഞുങ്ങളെ വിളിച്ച് ധൈര്യം, അടുത്തൊരു മെസ്സേജ് വിട്. ബി ഓഫ് ഗുഡ് കറേജ്. പൗലോസിനോട് പറയുകയാണ്, ബി ഓഫ് ഗുഡ് കറേജ്. നീ സന്തോഷത്തോട്ടിരിക്കുക. സന്തോഷം പ്രാപിച്ച പൗലോസ് പറയുക, നിങ്ങൾ ധൈര്യത്തോട്ടിരിക്കുക. സന്തോഷിച്ചവന് പറയാൻ പറ്റും, സന്തോഷം കൈമാറുവാൻ പറ്റും. ഇന്ന് രാത്രി കാലം ക്രിസ്തീയ സന്തോഷം, യേശു ക്രിസ്തുവിലുള്ള സന്തോഷത്തെ ഞാൻ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി അടുത്ത വാക്യത്തിലേക്ക് പറയുക. വായിച്ചേ 25-ാം വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. വെളിപ്പാട് കിട്ടിയോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പടകിനെ കുറിച്ച് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നേ. എടാ മോനെ, നിന്നെ കുറിച്ച് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നേ. മോളെ, നിന്നെ കുറിച്ച് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നേ. നമ്മുടെ വീടിനെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന്. അതേ സംഭവിക്കത്തുള്ളൂ. ശുദ്രക്കാരൻ പറഞ്ഞതല്ല സംഭവിക്കാൻ പോകുന്നത്. നേർച്ചയും കാഴ്ചയും ചെയ്തവൻ പറഞ്ഞതല്ല സംഭവിക്കാൻ പോകുന്നത്. മന്ത്രവാദി പറഞ്ഞതല്ല സംഭവിക്കുന്നത്. ശുദ്രക്കാരൻ പറഞ്ഞത്, നിന്റെ ശത്രു പറഞ്ഞതല്ല, നിന്നെ നിന്ദിച്ചവർ പറഞ്ഞതല്ല സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ സംഭവിക്കും. പൗലോസ് പറയാണ്, എന്നോട് അരുളി ചെയ്തത് പോലെ നിങ്ങളൊരു ദൈവശബ്ദം കേൾക്കുക, അതുപോലെ സംഭവിക്കും. അത് വീട്ടുകാരോട് പറയുക. ഇത് ഇന്ന് രാത്രിയിലത്തെ വിടുതലിന് വേണ്ടി മാത്രമല്ല കേട്ടോ, വരുന്ന നാളുകളിലെല്ലാം ഇത് ഓർത്തു വേണം. ഈ വചനം മറന്നു പോകരുത്. കർത്താവിന്റെ നാള് വരെ, യേശുവിന്റെ വരവ് വരെ ഈ വചനം മറന്നു പോകരുത്. എന്ത് വന്നാലും ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചിട്ട് വീട്ടുകാരോടും പറയണം, കൂട്ടുകാരോടും പറയണം. എന്നോട് ദൈവം ഈ വിഷയത്തിന്റെ ആലോചന പറഞ്ഞിട്ടുണ്ട്, അത് നടക്കും. നമ്മൾ ചിന്തിച്ച് വന്നതിന്റെ വിഷയം എന്താണ്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. ദൈവത്തിൽ സ്തോത്രം. നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എങ്കിലും അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് അത് കൊയ്റ്റൈമിനെ കുറിച്ച് നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം കേട്ടോ. സ്തോത്രം. യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരോട് പറയാണ്, നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. ധൈര്യപ്പെട്ടിട്ടുണ്ടോ? ആരും വന്ന് മോഷ്ടിക്കത്തില്ല. ഇനി ആരും പറയരുത്, പക്ഷെ ഇങ്ങനെ ഉറച്ചു വരുമായിരുന്നു, അപ്പോഴാ പിന്നെ ഉണ്ടായത്. അതൊക്കെ ചുമ്മാ തോന്നുവാന്നേ, കാഴ്ചപ്പാടില്ലാത്തോണ്ടാ. ഒരിക്കൽ ധൈര്യപ്പെട്ടവര് ധൈര്യപ്പെട്ട തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ ജീവിക്കണം. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്ന എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. അന്യഭാഷ ലഭിച്ചവരെല്ലാം അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നോട് ദൈവതരാത്മാവ് പറയുന്നു, ചിലർ ഇന്ന് അന്യഭാഷ പറഞ്ഞ് ചിലത് അഴിക്കും. നിങ്ങൾ അന്യഭാഷ പറയുമ്പോ തന്നെ ചിലത് അഴിയും. നാവ് സ്വതന്ത്രമാകട്ടെ. ദൈവം തന്നതായ പുതുഭാഷകളെ, ദൈവം തന്നതായ സ്തോത്രം അതർ ടങ്സിനെ ഉപയോഗിച്ചോട്ടെ. എന്നോട് കർത്താവ് പറഞ്ഞിട്ട് തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അന്യഭാഷയിൽ ചിലതൊക്കെ വരും, അതൊക്കെ അഴിച്ചു കളാം.
അകരധികന ഹടനക ആരും മൗനമായിരിക്കലേ, അതരങ്ങളെ തുറന്ന ഝൂരി വിരി ഘടഘടക സിയാധുരം ധുനാറകൽ ഘടാറബ വസലഘടമനികജല ഹതുന റമന ജഗൽ ഖമനി ഹദരജഘടമന ഹബനഘടക സിയാധുര ജീബലധ്വന റമനെ ഹംസനെ ദിഗൽ ധ്വിരാദിയ ജിമന ഘടഘടകത ജീബാരമന ഹദിന്യ ജഗന ശമനെ ഹതുന റഗജ ജഗസിഹ രാമ വിശ്വാസത്തോടെ പറ, വിശ്വാസത്തോടെ അന്യഭാഷകളിൽ മുന്നേറട്ടെ. ആമി ഇതുവരെ അന്യഭാഷ കിട്ടാത്തവരുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ ജയം പറ. സ്തോത്രത്തിൽ ജാഗരിക്ക്. ദീ ചുല ദീ ചുജ ജൗഡാല ശംധാന ജീഖാല റൈഡാല ഈസാര ഔഷം ധനാ റിയാം ധുനാ റകേ മന ഷമൽ ഖഡാ റബ റബൽ ഖബ റബ ഷമ നക ധിയാ ധുരാ റഗൽ ഖരേ ഷമന ഹദിനിയ റബല ഹഡന ഹംദുന റബല ഹബ്ദുന വൈഡ റമന. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ചിലരുടെ ശബ്ദത്തെ തിരിച്ചു തരാൻ പോവാന്ന്. നിന്റെ ശബ്ദം തിരിച്ചു വരാൻ പോവാ. വോയിസുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകളെ, വക്കൽ കോഴ്സിന്റെ അല്ലെങ്കിൽ ത്രോട്ടിന്റെ ഇൻഫെക്ഷനുകളെ മാറ്റുക. എന്തോ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അസ്വസ്ഥത. ധൂര ധാര 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 വിശ്വാസത്തോടെ കേൾക്കട്ടെ. ദേശം നിന്നിലുള്ളതായ അന്യഭാഷ കേൾക്കട്ടെ. ഹഗിന ജമന റമന നിന്റെ ചുറ്റുപാടുകൾ കേൾക്കട്ടെ. നിന്റെ കൂടാരത്തിൽ യേശു ഇറങ്ങിയെന്ന്. അമന ബലഘടന ഹംദിന ജഗസിയാധുര ധാര നിന്നോട് വീണ്ടും പരിശുദ്ധന്മാ പറയുന്നു, ശബ്ദം തിരിച്ചു കിട്ടിയെന്ന്. വോയിസ് സൗണ്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആ സൗണ്ടുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളെ മാറ്റിയെന്ന്. അബിരിബിരി കദല ബല 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 കദല ജുഡ ബല ബല കടല ബല കദല ജുഡ ബല 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 കദല ജുഡ ദബ റബ ഷമാനക. എല്ലാവരും ആമേ സ്തോത്രം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്. ചിലപ്പോൾ നമുക്ക് ആ ശബ്ദങ്ങൾ അസ്വാസ്യകരമായിട്ട് ആർക്കും ഫീൽ ചെയ്യരുത്. എല്ലാവരും ഉറക്കെ അന്യഭാഷ പറയുക. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് അന്യഭാഷ ലഭിച്ചിട്ടില്ല സ്തോത്രം എല്ലാം കേൾക്കട്ടെ, മുഴങ്ങട്ടെ. കർമ്മയിൽ അങ്ങ് അന്യഭാഷ മുഴങ്ങട്ടെ. എന്നോട് ദൈവാത്മാവ് പറഞ്ഞിട്ടാ. പല പ്രശ്നങ്ങളല്ല ഇനി ഇവിടെ കേൾക്കാൻ പോകുന്നത്, വിടുതല കേൾക്കാൻ പോകുന്നത്. വീടിന്റെ അന്തരീക്ഷം മാറുകയാണ്. കരങ്ങളെയൊക്കെ ചലിപ്പിക്കട്ടെ, കരങ്ങളെ ചലിപ്പിക്കട്ടെ. വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ ദൈവശക്തി വ്യാപരിക്കുന്നു. രോഗങ്ങൾ വിട്ടുപോകുന്നു, ക്ഷീണങ്ങൾ വിട്ടുപോകുന്നു, വ്യാധികൾ വിട്ടുപോകുന്നു. ആരും ഇതിന്റെ അകത്ത് ആമേ സ്തോത്രം എന്താ പറയുന്നതിനോട് എതിർപ്പ് കാണിക്കല്ലേ. അന്യഭാഷ കിട്ടിയവരല്ല, അന്യഭാഷ ഉള്ളവരല്ല. എന്തെങ്കിലും ഇല്ലെങ്കിലും സ്തോത്രം പറയാനായിട്ട്, ഹല്ലേലൂയ പറയാനായിട്ട് അൺമ്യൂട്ട് ചെയ്യട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യട്ടെ. കൃപ വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. ജാതീയ പോരുകളൊക്കെ അഴിയുക കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഗൈഡൻസാ. ഞാൻ വിശ്വസിക്കുന്നു ഈ പുതുഭാഷ ഈ അപ്പാട്ടുകളിൽ മുഴുകുമ്പോൾ ഇവിടുത്തെ കേടുകൾ മാറുകയാ. ഇവിടെ സൗഭാഗ്യം ഉണ്ടാകുക, ഇവിടെ വിടുതൽ ഉണ്ടാകുകയാ. വിശ്വാസത്തിന്റെ ഭാഷകൾ ഉയരട്ടെ, വീര്യത്തിന്റെ ഭാഷകൾ ഉയരട്ടെ. ശക്തിയോടെ പറയട്ടെ, ശക്തിയോടെ പറയട്ടെ, വിശ്വാസത്തോടെ ഉച്ചരിക്കട്ടെ, വിശ്വാസത്തോടെ പാടട്ടെ. ചില ബ്ലഡ് ഇഷ്യൂസുകളെ യേശുവിന്റെ നാമത്തിൽ അഴിക്കുന്നു. അഴിയട്ടെ. രക്തത്തിന്റെ അളവ് കുറയുന്നു, പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. രക്തത്തിന്റെ അളവ്
കുറവ് കുറയുന്ന പോര് കഴിയട്ടെ. അയൺ ഡെഫിഷ്യൻസി ആ റിപ്പോർട്ടിന്മേൽ വിടുതൽ കൽപ്പിക്കുന്നു. രമന ശമന, നിനക്ക് പണം തരാനുള്ളവർ പെട്ടെന്ന് പണം തരട്ടെ. നിനക്ക് 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 ശമൻ ഖരാ ദിയേ ധനെ ശമൻ ഖരാ ധുമസ് കലാ ജിയാ ധന ഹബനഗജനാദിയ സാന്ധരേ ബൗഷാ റമനെ ഹദുന റബസിഹ ദുലച്ഛല ബൗഡബന ഗജനാസിഹ. Thank you Jesus, thank you Jesus, thank you Jesus. എല്ലാരും മ്യൂട്ട് ചെയ്താട്ടെ, എല്ലാരും മ്യൂട്ട് ചെയ്താട്ടെ, എല്ലാരും മ്യൂട്ട് ചെയ്താട്ടെ. നന്ദി കർത്താവേ, 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 നന്ദി കർത്താവേ. ചില പുതിയ ഫയൽ വർക്കുകളെ കർത്താവിനെ കാണിക്കുന്നു, ചില പുതിയ ഫയൽ വർക്കുകൾ. യെസ് 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 യെസ്. അചല റമന ജഗഷ രഹസ്യ ജമന, പുതിയ ഫയൽ വർക്കുകൾ, പുതിയ ആപ്ലിക്കേഷനുകൾ. സ്തോത്രം 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 സ്തോത്രം. ആ വാതിൽ തുറന്നിരിക്കുന്നു, ആ വാതിൽ തുറന്നിരിക്കുന്നു. യെസ്. അന്തര മനാഗ റമന ശബൽ ഖബസ്തിയാം ധുന റമനെ ഹംദന ബൗഡൽ പ്രമാനക സിബിയാതുനെ ഹംദരേരിവി ഹബുരാരക ഷൈഡിമിനി ഹദന ഗടഗദനാസി ഹദലച്ചലെ ദീപൽ ഖാരാ ബാബ റംധാന ബലംഖാര ദിയ ഹദന ഗടമന ഹബിനക ശമൽ ഖബാറബ അർത്ഥമന ഗടഗസിയാധന. സാധാരണ ആരിസ് ആൻഡ് ഇങ്ങോട്ടാ പറയുന്നത് വസ്തുവിന്റെ വിഷയം. ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പറയുന്നു വിടുതലായെന്ന്. അങ്ങോട്ട് തന്നെ ആത്മാവ് പറയുന്നു വിടുതലായെന്ന് കേട്ടോ. സ്തോത്രം. വഹദേ ഹദ്വനെ ബൗഷാ റബല ഹദ്ന റബലെ ഹദ്ലാജ ബൗഡൽ പ്രമാനക സിയാദര റീബാല ബല 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 ഹദന ഗടക സിഹ. ഊമന്റെ അതരത്തെ തുറന്ന ദൈവം ഇന്ന് അതരങ്ങളെ തുറക്കുകയാണ്, അതരങ്ങളെ തുറക്കുകയാണ്. സംസാരിക്കാൻ വൈകുന്ന വിഷയങ്ങൾ ഇനി കേൾക്കത്തില്ല. നിന്റെ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ജീലപ തനക ശമന ദഗന ഹംദന വൈഡമ നംധന വൈഷമർ. അരുണങ്കിളെ, ദൈവത്തിലാത്മാവ് പറയുന്നു അങ്ങയുടെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ അങ്ങയുടെ മേലൊരു വിളിയുണ്ട്. അതിനുമേലൊരു കണക്ഷൻ ഉടനെ കിട്ടാൻ പോവാ. ഉടനെ ഒരു ആത്മീയ സ്പിരിച്വൽ കണക്ഷൻ കിട്ടാൻ പോവാ. ഒരു അഭിഷിക്തനുമായിട്ട് കണക്റ്റഡ് ആകാൻ പോകുന്നു. അലോതോ റമന ജമിനി ഹംദന റമന ഹംദന ജഗഷിയാധുന റവൽ ഖബലഷിയ. ഒനിക്സ് സാറാ മാത്യുവിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. ഒനിക്സ് സാറാ മാത്യുവിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ കണ്ടത് ഇങ്ങനെ പറയാം. ആമേ സ്തോത്രം. ഒരു സൈക്കിൾ ചവിട്ടുക. ഒനിക്സ് ഇങ്ങനെ ഒരു സൈക്കിൾ ചവിട്ടുകയാണ്. പക്ഷെ ഈ സൈക്കിൾ സ്റ്റാൻഡ് ആയിരിക്കുക. സ്തോത്രം. ചവിട്ടുന്നില്ല, അത് മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ എന്നെ കർത്താവ് കാണിച്ചത് പെട്ടെന്ന് ഒരു കാരം വന്ന് ഈ സൈക്കിളിന്റെ സ്റ്റാൻഡ് അങ്ങ് തട്ടി മാറ്റുക. പിന്നെ സൈക്കിൾ മുന്നോട്ട് കുതിക്കുന്ന എന്നെ കാണിച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് സൈക്കിൾ ആണെങ്കിലും അതിന് ബൈക്ക് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയർ കൊടുത്തിട്ട് അത് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കറങ്ങുന്നല്ലാതെ മുന്നോട്ട് പോകത്തില്ല. ഇന്ന് സ്തോത്രം. ഈ അധ്വാനങ്ങൾക്ക്, ഈ കണ്ണുനീരിന്, ഈ പോരാടിയതിനൊക്കെ വിടുതല ദൈവാത്മാവിനോട് പറഞ്ഞ സ്റ്റാൻഡ് തട്ടിക്കളയാൻ. അധ്വാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുക. നീ പ്രാർത്ഥിച്ചോ, നീ പാടിക്കോ, പക്ഷെ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവ് പറയുന്നു, അടുത്ത ദിവസങ്ങളിൽ ഒരു കുതിപ്പ, അടുത്ത ദിവസങ്ങളിൽ ഒരു മുന്നേറ്റമാ. ആജാലാബാലാബാല ഘടമനഗജകസിയ. കർത്താവ് നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. മനസ്സിലാക്കിയവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയ സാക്ഷ്യങ്ങളെ കേൾക്കാൻ പോകുന്നു. വലിയ സാക്ഷ്യങ്ങളെ, അത്ഭുത സാക്ഷ്യങ്ങളെ. സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങളെ. സ്തോത്രം. ഹല്ലേലൂയ. ചാരാബാല. ഇനിയും അനിസ്വാറ മാത്യുവിനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ദൈവാത്മാ വ്യക്തമായി കാണിച്ചിട്ടാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പെട്ടെന്ന് അടുത്തൊരു ലെവലിലേക്ക് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്ന ഒരു
ഓ ചൂടാ ബല ബല ബല. ഇവിടെ വന്നിരിക്കുന്ന പറയുന്ന, ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന ഒരു ശബ്ദം ഞാൻ എന്നെ ദൈവാത്മാവിനെ കേൾപ്പിക്കുന്ന ആ ശബ്ദം, ആ വിടുതല ശബ്ദം ഞാൻ ഓനിക്സിന് കൈമാറുകയാണ്. ഈന സമന റമല ജുമന റബൽക്കട. ഇതിന്റെ അകത്ത് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടൊരു വിടുതൽ, ആഫ്രിക്ക എന്ന കർത്താവിനെ കാണിക്കുന്നു. ആഫ്രിക്കയില ആരെങ്കിലും ആഫ്രിക്കയിലുണ്ടോ? ആരെങ്കിലും ആഫ്രിക്കയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരുണ്ടോ? ആഫ്രിക്കയിൽ, ആഫ്രിക്ക എന്നെ കാണിക്കുന്നു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തവരുണ്ടോ? അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? തലമുറകൾ അഭിനാശമന ഘടകസിയ ഉണ്ട്, ഉണ്ട്. അമന ആഫ്രിക്കയിൽ വിടും, രക്ഷപ്പെടും. നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കർണാടകത്തിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് ആരായിരുന്നു? എന്നെ കർത്താവിനെ കാണിക്കുന്നു. റിസർച്ച് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല് ജോലിക്ക് കർത്താവ് വേക്കൻസി ഒരുക്കിയിരിക്കുന്നു. ആ ഹോസ്പിറ്റൽ റിസർച്ച് ചെയ്യാൻ, റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ പേരിനോട് ചേർന്ന് അങ്ങനെ ഉണ്ട്. അജില റമന ജഗസിയ അജലിബിര ഘടകടകസിയ. നല്ല ആരാധന കിട്ടും, നല്ല കൂട്ടായ്മ കിട്ടും. പ്രൈസലോട് ആ ജോലി ഒരുക്കിയതിനായി സ്തോത്രം. ആ ജോലിക്കായി പ്രിയ പൈതലിനെ ഞങ്ങൾ ആത്മാവിൽ തള്ളിവിടുന്നു, ഞാൻ ആത്മാവിൽ തള്ളിവിടുന്നു. സ്തോത്രം. കർത്താവ് വിടുവിച്ചതിനായി സ്തോത്രം. സാക്ഷ്യം കൊണ്ടുവന്നതിനായി സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ ഞാനും നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഗ്രേസി ആന്റി. ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്നുണ്ടെ പെട്ടെന്ന് പറഞ്ഞോ പാസ്റ്റർ.